Good morning, everyone. Welcome to Adda247 Malayalam channel. This is Sebastian, and welcome to the Hindu editorial analysis of 10th October 2022. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും വൊക്കാബുലറി ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ദിവസം. ആൻഡ് ഹാപ്പി മൺഡേ എവ്രി വൺ. വീക്കെൻഡൊക്കെ സുഖമായിട്ട് നിങ്ങൾ കഴിഞ്ഞു, കാരണം എന്താ പറയുക, സന്തോഷമായിട്ട് ആഘോഷിച്ചു എന്നൊക്കെ വിശ്വസിക്കുകയാണ്. അതുപോലെ കാലാവസ്ഥയൊക്കെ അവിടെ ഉഷാറാണല്ലോ, കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങാം. വിതൗട്ട് കോട്ട്, ക്വാളിറ്റി ഈസ് റിമെമ്പേർഡ് ലോങ് ആഫ്റ്റർ ദ പ്രൈസ് ഇസ് ഫൊർഗട്ടൺ. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുന്നതിലും ക്വാളിറ്റി നോക്കും അല്ലേ, ക്വാണ്ടിറ്റിയേക്കാൾ ഉപരി ക്വാളിറ്റി നോക്കും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് ആട്ടോ. നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആയിക്കോട്ടെ, നമ്മൾ മേടിക്കുന്നൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ പഠനമായിക്കോട്ടെ, എന്ത് കാര്യത്തിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ക്വാളിറ്റി എപ്പോഴും ഓർമ്മപ്പെട്ടിരിക്കും, ഓർത്ത് വെക്കും നമ്മളെല്ലാവരും. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ്, നമ്മളിപ്പോൾ എത്ര വില കൊടുത്താണ് ഒരു സാധനം മേടിച്ചതെങ്കിലും, എത്ര വില കൊടുത്താണ് നമ്മളൊരു കാര്യം ചെയ്തതെങ്കിലും, ആ പ്രൈസിനെ നമ്മൾ മറന്നാലും ആ ക്വാളിറ്റി നമ്മൾ മറക്കില്ല. അതുകൊണ്ട് വെനെവർ യു ഡു സംതിങ്, വാട്ട് എവർ യു ഡു, റിമെമ്പർ ടു മെയിൻറ്റെയിൻ ക്വാളിറ്റി. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ് എന്നൊരു കാര്യം. അപ്പോൾ എല്ലാവർക്കും ഉഷാറായിട്ടിരിക്കുന്നു അല്ലേ, സന്തോഷം എന്ന് വിശ്വസിക്കുകയാണ്. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന Adda247 മലയാളം ചാനൽ. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആപ്പിൻ്റെ കാര്യം മറക്കണ്ട. കറണ്ട് അഫയേഴ്സ് കിട്ടും, ഡെയിലി ക്വൈസസ് ഉണ്ട്. ഡെയിലി ക്വൈസസിൽ സബ്ജക്റ്റ് വൈസ് ഉണ്ട്, എക്സാം വൈസ് ഉണ്ട്. പഠിക്കാൻ പ്രാക്ടീസ് ചെയ്ത് പോകണം. അതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ മിസ് ഔട്ട് ആവാതിരിക്കാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആൻഡ് അതുപോലെ തന്നെ മാഗസീൻസ് ഉണ്ട്, റെഫർ ചെയ്യുക, ആർട്ടിക്കിൾസ് ഉണ്ട്, റെഫർ ചെയ്ത് പോവുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SSCയുടെ എക്സാം ആയാലും ക്ലാസ്സുകളായാലും, കേരള PSC ക്ലാസ്സുകളായാലും, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ക്ലാസ്സുകൾ, കോർട്ട് എക്സാംസ്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് എക്സാം ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് എക്സാംസ്, ഇൻഷുറൻസ് എക്സാം, എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. ഓൾ ഇൻ വൺ ചാനലാണ്. അതുപോലെ നമുക്ക് എക്സാമിൻ്റെ PYQ സെഷൻസ്, അതുപോലെ എക്സാം അനാലിസിസ്, അതുപോലെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടും കണ്ടൻറ്റ് കൃത്യമായിട്ട് കിട്ടാനും സ്ട്രാറ്റജി വീഡിയോസും ഫോം ഫില്ലിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ഓൾ ഇൻ അണ്ടർ സെയിം അംബ്രല്ല. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ബാക്ക് ടു ടുഡേ. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ നോക്കാം. നമുക്ക് ഇന്ന് 10-ാം തീയതി ആട്ടോ. ഇന്ന് നമുക്ക് തംബ്നെയിൽ സെറ്റായിട്ട് വന്നില്ല, അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു പഴയ തംബ്നെയിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇന്ന് 10-ാം തീയതി അല്ലേ. ഇന്ന് 10-ാം തീയതി നമ്മൾ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ഈ സെഷൻ എല്ലാ ദിവസവും ഉണ്ട്. 8:30 to 9:30 or 9:45 അതുവരെ പോകും അല്ലേ. 1-1.25 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ നീണ്ടുപോകാം ബിക്കോസ് ഓഫ് അവർ ഡിസ്കഷൻ. ഡെയിലി ഉള്ള സെഷനാണ്, മൺഡേ ടു സാറ്റർഡേയ്സിൽ. എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സെഷൻ ഉപകാരപ്പെടും. UPSC പഠിക്കുന്നവർക്കും, KS, കേരള PSC, SSC, ബാങ്കിങ്, ഇൻഷുറൻസ്, കോർട്ട് എക്സാംസ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നിങ്ങളുടെ വൊക്കാബുലറി മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാൻ, അതുപോലെ നിങ്ങളുടെ ജനറൽ അവയർനെസ് ഓൾ ഇൻ വൺ ആണ്. നിങ്ങൾക്ക് ഇവിടെ ജനറൽ അവയർനെസ് കിട്ടും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, ഒരുപാട് വേർഡ്സ് പഠിക്കാം. അതുപോലെ നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഈ സെഷൻ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു പോകാനുള്ള ഒരു സെഷനാണ്. ആൻഡ് മെയിൻലി ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മെയിൻ ഓഫീസിൽ പോയി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, നമ്മുടെ എഡിറ്റോറിയൽ മാത്രം ഒരു സ്പെസിഫിക് കണ്ടന്റ് ഉണ്ട്, ദാറ്റ് ഇസ് സെൻറ്റൻസ് സ്ട്രക്ചറിങ്. നമ്മളത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വേറൊരു എഡിറ്റോറിയൽ സെഷൻ ഇല്ലാത്തൊരു ഇതാണ് നമ്മുടെ എഡിറ്റോറിയൽ. നിങ്ങൾ സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്ത് അയച്ചു തരുന്നു. ആൻഡ് ചാറ്റ് ബോക്സിൽ അത് നോക്കി ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നൊരു കാര്യമോടെ ഏർപ്പാടോടെ നമുക്കുണ്ട്. അപ്പോൾ feel free to write your sentences, frame your sentences and put it in the comment section. I mean the chat box കേട്ടോ. ചാറ്റ് ബോക്സിൽ ഇടുക നിങ്ങൾ സെൻറ്റൻസ്, അപ്പോൾ ഞാൻ അതനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരാം. സോ ഹിയർ വി ആർ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. തുടങ്ങാം അല്ലേ. ഗുഡ് മോർണിംഗ് പീപ്പിൾ. പഴയ പോലെ അല്ലേ? യെസ് ആണ്. തംബ്നെയിലിൽ ഇപ്പോൾ ഇല്ല സച്ചിനെ, നമ്മൾ അപ്ഡേറ്റഡ് ആക്കിയിട്ടില്ല. നമ്മൾ പഴയ ബ്ലാക്ക് യൂണിഫോം തന്നെയാണ് ഇപ്പോഴും അല്ലേ. പുതിയ യൂണിഫോമാണ്. പുതിയ യൂണിഫോം പല കളറുണ്ട് കേട്ടോ. സച്ചിൻ ചോദിച്ചു, ഞാൻ കേട്ടായിരുന്നു. നമുക്ക് ആഷ് കളറുണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. പക്ഷേ എന്താ പറയുക, എനിക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ വൈറ്റ് എടുത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെയാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഗുഡ് മോർണിംഗ് പീപ്പിൾ. അഡ മലയാളത്തിൽ സയൻറ്റിഫിക് അസിസ്റ്റന്റ് കോഴ്സ് ഉണ്ട്. ശ്രീ നമ്മൾ അതിൻ്റെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സയൻറ്റിഫിക് അസിസ്റ്റന്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, വി ആർ പ്ലാനിങ്. യെസ്. ഗുഡ് മോർണിംഗ്. സോറി മാം, ഇപ്പോഴാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ. നോ പ്രോബ്ലം ഐശ്വര്യ, യു ആർ ഓൾവേസ് വെൽക്കം. ഇവിടെ ഈ വാതിൽ എപ്പോഴും തുറന്നിട്ട്, എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. യെസ്, വീട്ടിലെത്തി. ഇന്നലെ മെഞ്ഞാന്ന് വൈകിട്ടെന്ന് പറയാൻ പറ്റില്ല, 2 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തി. ഫ്ലൈറ്റ് നേരത്തെ എത്തിയായിരുന്നു, ബട്ട് വീട്ടിലോട്ട് എത്തണ്ടേ, വയനാട്ടിലോട്ട് എത്തണ്ടേ, അങ്ങനെ എത്തിയായിരുന്നു. യെസ് ഉണ്ട് കേട്ടോ ശ്രീ, നമ്മൾ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. വി ആർ പ്ലാനിങ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയലിലേക്ക് വരാം അല്ലേ. ഇന്ന് 10-ാം തീയതി വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു ആർട്ടിക്കിൾ ഇസ് അബൌട്ട് നോബൽ
പീസ് പ്രൈസ് അല്ലേ, നൊബേൽ പ്രൈസ് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. നൊബേൽ പ്രൈസിൽ പീസ് പ്രൈസിനെ പറ്റി ഒരു ആർട്ടിക്കിളാണ്. സെൽഫ് റീഡബിൾ ആർട്ടിക്കിളാണ്, നിങ്ങൾക്കത് വായിച്ചു നോക്കാൻ പറ്റുന്ന ആർട്ടിക്കിളുള്ളൂ, അതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ അതിനെപ്പറ്റി നൊബേൽ പീസ് പ്രൈസ് കിട്ടിയത് കാര്യങ്ങളെപ്പറ്റി ആർട്ടിക്കിൾ. ആൻഡ് രണ്ടാമത്തെ ആർട്ടിക്കിൾ കുറച്ച് ഒപ്പീനിയൻ റിലേറ്റഡ് ആർട്ടിക്കിൾ തന്നെയാണ്, ബട്ട് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ടു പുട്ട് ഫോർവേഡ്. അപ്പോൾ നമ്മളത് മുന്നോട്ട് വെക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്, അതുകൊണ്ട് ഇത് വായിച്ചിട്ടേ പറ്റുള്ളൂ നമുക്ക്. കാര്യം വെച്ചാൽ പറയുന്ന കാര്യം ഇതാണ്, നമ്മുടെ ഷെഡ്യൂൾഡ് കാർക്ക് ഒരു സ്പെസിഫിക് പ്രൊവിഷൻ കൊടുക്കുകയാണ്, അവരുടേതായ ഒരു പോസ്റ്റ് കൊടുക്കുകയാണ്, അവർക്കൊരു പ്രിവിലേജ് കൊടുക്കുന്നതിനെ പറ്റി ഒരു ആർട്ടിക്കിളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൺവേർഷനെ പറ്റി ആൻഡ് അവരുടെ കൊടുക്കുന്ന സ്റ്റേറ്റസ്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റസിനെ പറ്റി ഒക്കെ ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് പ്യോർലി ബേസ്ഡ് ഓൺ ഒപ്പീനിയൻ ആണ്, അതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ ഓതർ അനാലിറ്റിക്കലായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും പല ഒപ്പീനിയൻസ് വരാം. നമുക്ക് എന്തായാലും വായിച്ചു വിടാം എന്താണ് അതിലെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് വിടാം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ idioms, phrasal verbs and one words. എന്നിട്ട് നമുക്ക് നമ്മുടെ vocabulary, like words, confusing words, vocab, meaning, antonyms അങ്ങനെയൊക്കെ പോവാം. എന്നിട്ട് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ആൻഡ് ദെൻ ഫൈനലി നമ്മുടെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് നോക്കുന്നു ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് അല്ലേ? അപ്പോൾ ഉഷാറാണല്ലോ എല്ലാവരും? അത് മതി, അത് കേട്ടാൽ മതി എനിക്ക്. യെസ് പറയട്ടെ, നോക്കട്ടെ. മറ്റേ ചാനൽ എന്താ അവർ ക്ലാസ് ഇംഗ്ലീഷിൽ മാത്രം എടുക്കാത്ത? എനിക്ക് ഹിന്ദി അറിയില്ല ശ്രീ. അതെന്താ വെച്ചാൽ അത് നമ്മുടെ അട ചാനൽ മെയിൻലി ഹിന്ദി ബേസ്ഡ് ചാനലാണ്. അവിടെ പല ലാംഗ്വേജസിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലാംഗ്വേജസിനായിട്ട് അട തമിഴുണ്ട്, അട മലയാളമുണ്ട്, അങ്ങനെ ചാനൽസ് ഉണ്ട്. അപ്പോൾ ഹിന്ദി മാത്രമേ അവിടെ യൂസ് ചെയ്യുള്ളൂ. ബിക്കോസ് നോർമലി പീപ്പിൾ കൂടുതൽ ആൾക്കാരും ഹിന്ദി ഓഡിയൻസ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? യെസ്. മൂവിങ് ഓൺ. അപ്പോൾ തുടങ്ങാം, താമസിപ്പിക്കുന്നില്ല, പോവാണേ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് phrasal verb grapple with. grapple എന്ന് പറയും, ഗ്രാപ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യാന്നാണ് അർത്ഥം. ഗ്രാപ്പിളെ ഫൈറ്റ് ചെയ്യുക. ബട്ട് ഗ്രാപ്പിൾ വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ട്രൈ ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ഓർ ട്രൈ ഹാർഡ് ടു സോൾവ് സംതിങ്. ഒരു കാര്യത്തിനെ സോൾവ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക അല്ലേ, അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് ഗ്രാപ്പിൾ വിത്ത് സംതിങ് എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ ഗ്രാപ്പിൾ വിത്ത് എന്ന് പറഞ്ഞാൽ ഓർക്കുക, ട്രൈ ഹാർഡ്, വളരെ കഷ്ടപ്പെടുകയാണ് ഒരു കാര്യം മനസ്സിലാക്കാൻ. ട്രൈ വെരി ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ഓർ ട്രൈ ഹാർഡ് ടു സോൾവ് സംതിങ്. അതിന് നമുക്ക് വിളിക്കാം ഗ്രാപ്പിൾ വിത്ത് സംതിങ് ഓർ ഗ്രാപ്പിൾ വിത്ത് എന്നുള്ള ഫ്രേസിൽ പോകും കേട്ടോ. അടുത്തത് കം അപ്പ്. യു കെയിം അപ്പ്. അപ്പോൾ നീ വന്നു എന്നൊക്കെ പറയില്ലേ. സംതിങ് കെയിം അപ്പ് യെസ്റ്റർഡേ. എന്താണ് ഇന്നലെ വരാതിരുന്നത്? I don't know, something, sorry da, I was really busy, something came up yesterday. എന്ത് പറ്റി? ഇന്നലെ പെട്ടെന്ന് എന്തോ കാര്യം വന്നു, നടന്നു. സംതിങ് ഹാപ്പൻഡ് അല്ലേ, സംതിങ് ഒക്കേർഡ്, എന്തോ ഒരു കാര്യം വന്നു, റൈസ് ചെയ്തു. റൈസ് ചെയ്യുക, ഒക്കർ ചെയ്യുക എന്നാണ് നമ്മൾ കം അപ്പ് എന്ന ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോ, റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒക്കർ ചെയ്യുക എന്നാണ് കം അപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? അടുത്തത് ഇൻ ദ വെയ്ക്ക് ഓഫ്. കേട്ട് പരിചയം ഉണ്ടായിരിക്കും അല്ലേ? ഇൻ ദ വെയ്ക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് ശേഷം. ഇൻ ദ വെയ്ക്ക് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ഫോളോയിങ് സംതിങ്, ഒരെണ്ണത്തിന് ശേഷം, ആഫ്റ്റർ ദാറ്റ് അല്ലേ എന്നാണ്. ആസ് എ റിസൾട്ട് ഓഫ് എന്നൊരു അർത്ഥം വരും. ഓക്കെ, ഓർത്തോളെ, ഫോളോയിങ് സംതിങ് അല്ലെങ്കിൽ ആസ് എ റിസൾട്ട് ഓഫ് സംതിങ്, ഓൺ അക്കൗണ്ട് ഓഫ് സംതിങ് എന്ന് പറയും. ആസ് എ റിസൾട്ട് ഓഫ്, ബിക്കോസ് ഓഫ് എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥമാണ്. ഇൻ ദ വെയ്ക്ക് ഓഫ്, ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ആസ് എ റിസൾട്ട് ഓഫ്, ആഫ്റ്റർ മാത്ത് എന്നൊക്കെ പറയുന്നതാണ് ഇൻ ദ വെയ്ക്ക് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ. ഓർത്ത് വെച്ചോണം കേട്ടോ, ഇറ്റ്സ് എ ഫ്രേസ് ആണത്. അടുത്തത് പെർപെട്രേറ്റർ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പെർപെട്രേറ്റർ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി, ഒരു ഹാർംഫുൾ ആക്ട് ചെയ്യുന്ന ഒരാളെ നമുക്ക് വിളിക്കാം പെർപെട്രേറ്റർ. വൺ ഹു ഡസ് ആണ്, ഡു എന്നറിയാതെ ഇപ്പോൾ ഇതാ, വൺ ഹു ഡസ് ഗ്രമാറ്റിക്കലി ഇതാണ് കറക്റ്റ്, മറ്റേ തെറ്റാ. വൺ ഹു ഡസ് എ ഹാർംഫുൾ ഓർ ഇല്ലീഗൽ ആക്ട്. ഞാൻ കട്ട് ചെയ്തിട്ട് എഴുതാം, അപ്പോഴേ നിങ്ങൾക്ക് അത് കറക്റ്റ് ആവുള്ളൂ. വൺ ഹു ഡസ് എ ഹാർംഫുൾ ഓർ ഇല്ലീഗൽ ആക്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർപെട്രേറ്റർ കേട്ടോ. ക്രിമിനൽ ആണ്, ഒഫൻഡർ ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അവരെയാണ് നമുക്ക് പെർപെട്രേറ്റർ എന്ന് പറയാം. ഓർത്തോണേ. അടുത്ത ബ്രേക്ക് ഔട്ട്. എന്തിനൊരു കാര്യം ബ്രേക്ക് ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സഡൻലി, പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് പൊട്ടി മുളയ്ക്കാന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുക ഒരു കാര്യം നടക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ബ്രേക്ക് ഔട്ട്. ലൈക്ക് ഹർത്താൽ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ആൻ ഔട്ട്റേജ് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ നമ്മൾ ബ്രേക്സ് ഔട്ട്, ബ്രോക്ക് ഔട്ട് ചെയ്തു അല്ലേ, എന്തെങ്കിലും എന്താ പറയുക, വോർ ബ്രോക്ക് ഔട്ട് എന്നൊക്കെ പറയും. പെട്ടെന്നായിരുന്നു അല്ലെ, നമ്മൾ റഷ്യ ഉക്രൈൻ വോർ പെട്ടെന്ന് നടന്നൊക്കെ പറയും, ബ്രോക്ക് ഔട്ട് എന്ന് പറയും. സോ ദാറ്റ് ഈസ് ബ്രോക്ക് ഔട്ട് എന്ന് പറയാം, സ്റ്റാർട്ടഡ് സഡൻലി. അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ഓഫ് സംതിങ്, സം പ്ലേസ് എന്നൊക്കെ പറയില്ലേ, ബ്രേക്ക് ഔട്ട് ഓഫ് ജയിൽ, എസ്കേപ്പ് ചെയ്തു അല്ലേ,
ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്തു എന്നൊരർത്ഥവും കൂടെ ബ്രേക്ക് ഔട്ടിനുണ്ട്. രണ്ടർത്ഥവും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രേസൽ വെർബുകൾക്ക് എപ്പോഴും ഒരു മിനിമം 4 അർത്ഥമെങ്കിലും ഉണ്ടാവും. അടുത്ത ബ്രിങ് ഡൗൺ. ബ്രിങ് ഡൗൺ ചെയ്യാൻ മീൻസ് ഒരു മൊനാർക്കി അല്ലെങ്കിൽ ഒരു റൂളിനെ ബ്രിങ് ഡൗൺ ചെയ്യാൻ പറഞ്ഞാൽ ഓവർത്രോ ചെയ്യാന്നൊരു അർത്ഥമുണ്ട് അല്ലേ. കുറച്ച് അവരെ നമ്മൾ എന്താ പറയുക ബ്രിങ് ഡൗൺ ചെയ്യാന്ന് വെച്ചാൽ അവരെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ കയറിയിരിക്കുക അല്ലേ. ആ ചെയർ നമ്മൾ കരസ്ഥമാക്കുക. ദാറ്റ് ഈസ് ബ്രിങ് ഡൗൺ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഈസ് ഡിപ്രസ്. ഒരിടത്തിനെ സങ്കടപ്പെടുത്തുക എന്നൊരർത്ഥമുണ്ട്. ഒരാളെ ബ്രിങ് ഡൗൺ ചെയ്യുക. ഡോണ്ട് ബ്രിങ് ഹിം ഡൗൺ എന്ന് പറഞ്ഞാൽ വെറുതെ അവനെ വേദനിപ്പിക്കാതെടാ. ഡോണ്ട് ബ്രിങ് ഹിം ഡൗൺ, അവനെ വെറുതെ സങ്കടപ്പെടുത്താതെ എന്ന് പറയാം അല്ലേ. ഷീ ഓൾവേസ് ബ്രിങ്സ് മീ ഡൗൺ എന്ന് പറഞ്ഞാൽ അവൾ എപ്പോഴും എന്നെ വേദനിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റർത്ഥം കൊണ്ടുണ്ട് ദി പാരസെറ്റമോൾ ബ്രിങ്സ് ഡൗൺ ഹർ ഫീവർ. അവളുടെ പനി കുറയ്ക്കുക, ലെവൽ കുറയ്ക്കുക, ഐ മീൻ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക, ബ്രിങ് ഡൗൺ ചെയ്യുക. അതും അർത്ഥമുണ്ട്. ബ്രിങ് ഡൗൺ ഓർത്ത് വെച്ചോണേ. രണ്ടർത്ഥമുണ്ട്. നെറ്റിനൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നെറ്റ് കിടന്ന് ഇച്ചിരി ഓടുന്നുണ്ട്. ഐ ഡോണ്ട് നോ. നോക്കട്ടെ എന്താണ് ഇവർ കാണിക്കുന്നതെന്ന് നോക്കട്ടെ. ഇവിടുത്തെ പ്രശ്നമാണോ ഒന്ന് സ്റ്റേബിൾ ആവുന്നവരെ ഞാൻ നോക്കട്ടെ കേട്ടോ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ റൈറ്റ് നൗ. ഇപ്പം ഏറെക്കുറെ സിമിലർ ആയെന്ന് ശരിയായെന്ന് വിശ്വസിക്കുകയാണേ. പ്രോബ്ലം ഇല്ലാന്ന് ഇപ്പോൾ തോന്നുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നേ. അടുത്തോട്ട് പോവാം. ബ്രിങ് ഡൗൺ, യെസ്. അടുത്ത നമുക്ക് സെന്റൻസ് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യം. ആസ് എ പൈനിയർ ഇൻ ദ ഫീൽഡ് ഓഫ് കോമ്പറ്റീവ് എക്സാംസ് ആരതി ഗ്രാപ്പിൾ വിത്ത് ഹിന്ദി ലാംഗ്വേജ്. Try hard to understand. Okay, or try to solve Hindi language. Okay, all right. Some people like me always come up with excuses. Dase adenikku ishtapettu. The new government has yet to grapple with the problem of air pollution. Yes, but class കേട്ടൊക്കെ അറിയാൻ ആയിക്കോളും. ഹിന്ദി ടീച്ചേഴ്സ് ഇത്തിരി സ്പീഡ് ആൻഡ് കുറച്ച് ദേഷ്യമുണ്ട്. ഇതെൻ്റെ ഒപ്പീനിയനാണ്. ആരും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മൈൻഡ് ടു ഐ ടോൾഡ് യു ഏർലിയർ don't come up with these kinds of allegations. That's great. He grapples with her for some grapes. That's great. Rahul came up with a purposive plan in the wake of their fight to grapple with it. That's great. Rahul came up with a purposive plan in the wake of their fight to grapple with it. Okay, that's great. നന്ദിഷ നമസ്കാരം, ഗുഡ് മോർണിംഗ്. പ്രോബ്ലം ഇല്ല അല്ലേ? അപ്പോൾ എനിക്ക് തോന്നിയതാണോ? എനിക്കിവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നി. മേ ബി മൈ ഇഷ്യൂ അല്ലേ, ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. He was bringing down by me. He was bringing down by me. ഇല്ലില്ല, by me പറയില്ല അവിടെ, by someone പറയില്ല. അവൻ എന്ത് ബ്രിങ് ഡൗൺ ചെയ്യുവാണ്? ഹി വാസ് ബ്രിങ്ങിങ് ഡൗൺ എന്ത്? അവിടെ ഒബ്ജക്റ്റ് വേണം, ബ്രിങ്ങിന് ഒബ്ജക്റ്റ് വേണം കേട്ടോ അനുപമ. ഹി വാസ് ബ്രിങ്ങിങ് എന്ത് ഡൗൺ എന്ന് പറയണം. അവിടെ ബൈ അല്ല, അവിടെ പാസീവ് വോയിസ് അല്ല വേണ്ടത്, ആക്റ്റീവ് വോയിസ് തന്നെയാണ്. അപ്പോൾ എന്താണ് ബ്രിങ് ഡൗൺ ചെയ്യുന്നതെന്ന് കൊടുക്കണം കേട്ടോ അനുപമ. You have to be scared as you are already in the list of perpetrator declared by police department. That's great. Okay. The perpetrators broke out from the jail, escaped from the jail. That's great. In the face of economically weaker section of the society, diverse opinions arise, which in turn make it make it coiled for the government to grapple with the former. All right. The dealers have been asked to bring down their prices. All right, that's great. Amala, good morning. The World Cup will begin soon, so we have our work cut out for us. That's great, people. അടുത്ത് നോക്കാം. കം അപ്പ് വിത്ത്. എന്താണ് കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈസ് ചെയ്യുക അല്ലേ. ഹി കെയിം അപ്പ് വിത്ത് പ്രൊപ്പോസൽ എന്നൊക്കെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം. ആ സെയിം സാർ ഹി കെയിം അപ്പ് അല്ലേ. കം അപ്പ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, ഡിവൈസ് ചെയ്യുക അല്ലേ. അടുത്തത് ഹൗ വൺസ് വർക്ക് കട്ട് ഔട്ട് ഫോർ യു. ഒരാളുടെ കാര്യം എന്താ പറയുക, ഹൗ വൺസ് വർക്ക് ഇറ്റ് ഔട്ട് ഫോർ യു ഇസ് നോട്ട് എ പോസിറ്റീവ് വേ. ഹാവ് എ ഡിഫിക്കൽട്ട് ജോബ് ടു ഡു. കഷ്ടപ്പാടാണ് മോനെ, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ട വരും. അതാണ് ഹൗ വൺസ് വർക്ക് ഇറ്റ് ഔട്ട് ഫോർ യു എന്ന് പറഞ്ഞാൽ you have a difficult job to do. നിനക്ക് അത്യാവശ്യം പണി വരുന്നുണ്ട് വാപ്പച്ച. അതാണ് how one's work cut out for you എന്ന് പറയാം. ഇതിലോ how one's work cut out for you എന്ന് പറഞ്ഞാൽ have a difficult job to do എന്നാണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. All right? Yeah. After being convicted, he came up with lame excuses in favor of robbery. All right, that's great. ഫേവറിൻ്റെ സ്പെല്ലിങ് ഷമാസി ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ എന്താണ് ബ്രിട്ടീഷ് സ്പെല്ലിംഗ്, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. അതനുസരിച്ച് FAVOUR ഉണ്ട്. ബിഹേവിയർ, ഫ്ലേവർ അല്ലേ, കളർ എല്ലാത്തിനും യു ഉണ്ട്. നമ്മുടെ അമേരിക്കക്കാർക്ക് യു ഇല്ല. നീ ഇപ്പോൾ അമേരിക്കക്കാരെ പോലെ എഴുതിയേക്കണേ, അതൊന്ന് നോട്ട് ചെയ്തോണേ. In the wake of heavy rain, the people in hilly areas are grappled with landslides. Yes, it happens അല്ലേ. He comes up, ന്യൂ ഐഡിയ അല്ല ജിഷ്മയ, he comes up with അവിടെ വിട്ടുപോയോ? He comes up with new idea, but no one is ready to agree with it. No one is ready to
agree with it. Okay, agree with it അല്ല, agree to it. Agree to ഇറ്റും to agree to something and agree with somebody ആണ് കേട്ടോ. വിഷ്മയെ ശ്രദ്ധിച്ചോണേ. agree രണ്ട് രീതിയിൽ പറയാം. agree with somebody, agree to something ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ കൊടുക്കണം. he comes up with, അപ്പോൾ with വേണേ, new idea but no one is ready. അവിടെ verb is missing. no one is ready to agree with it അല്ല, to it ആണ്. Okay, she break out the exam, ഇല്ലില്ല. she break out the exam, how can it happen? she suddenly started, ഇല്ലല്ല. start suddenly, അവൾ എക്സാം എഴുതിയെന്നല്ല, ഒരു കാര്യം പെട്ടെന്ന് നടക്കുക, പെട്ടെന്ന് ഒരു കാര്യത്തിന് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെടുക, പൊട്ടിപ്പുറപ്പെടുക എന്നൊക്കെ പറയില്ല, അതാണ് ഷി ഹാബി. അപ്പോൾ എങ്ങനെ കൊടുക്കാം? ഷീ സ്റ്റാർട്ടഡ്, അവിടെ എക്സാമിന് അവിടെ കൊടുത്ത ആ മീനിങ് കോണ്ടെക്സ്ച്വലി കറക്റ്റ് അല്ല. നമ്മൾ ഫ്രേസൽ വേർബ് ഉപയോഗിക്കുമ്പോഴേ രണ്ട് രീതിയിൽ ശ്രദ്ധിക്കണേ. ഒന്ന് കോണ്ടെക്സ്ച്വലി കറക്റ്റ് ആണോന്നും ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെന്നും. ഗ്രാമാറ്റിക്കലിയും ഇവിടെ കറക്റ്റ് അല്ല. ഷീ എന്ന് പറയുന്നതിൻ്റെ കൂടെ ഒരിക്കലും ബ്രേക്ക് വരില്ല. സിംഗുലർ സബ്ജക്റ്റ് ആ ഷീ, അപ്പോൾ വേർബ് സിംഗുലർ വേണം, ബ്രേക്സ് ഔട്ട് വേണം കേട്ടോ. ഷിഹാബ് ഒന്ന് ശ്രദ്ധിച്ചോണത്. ജസ്റ്റ് ഫോർ എ സെക്കൻഡ്, ദാസേ താങ്ക് യു. ഹി വാസ് ഗ്രാപ്പിൾഡ് വിത്ത് ഒപ്പീനിയൻസ്, പറയോ മാം? ഗ്രാപ്പിൾഡ് വിത്ത് സോൾവ്, ഗ്രാപ്പിൾഡ് ഹെർ ഒപ്പീനിയൻസ്. ഓക്കെ, പറയാം കുഴപ്പമില്ല, അതിൽ പറയില്ല. പക്ഷേ ഗ്രാമാറ്റിക്കലി നമ്മൾ ഗ്രാപ്പിൾ വിത്ത് സംതിങ് എന്ന് പറയാലോ. ഒരു കാര്യത്തിനെ എന്തോ ഒരു ഡിഫിക്കൽട്ടായൊരു സംഭവം, അത് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു, അതിനെ മനസ്സിലാക്കാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നു, അതിനെയാണ് ഗ്രാപ്പിൾ വിത്ത് പറയാം. ഗ്രാപ്പിൾ എന്ന വേർബിൻ്റെ അർത്ഥം ഫൈറ്റ് ചെയ്യുക അല്ലേ, എന്താ പറയുക, സ്ട്രഗിൾ ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ ട്രൈ ടു സോൾവ് സംതിങ്, ട്രൈ ടു എന്താ പറയുക, വർക്ക് ഔട്ട് സംതിങ് എന്നുള്ള അർത്ഥത്തിലാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കോണ്ടെക്സ്റ്റൽ മീനിങ് കൂടെ ശ്രദ്ധിക്കണമേ എന്ന് പറയുന്നത്. കൊണ്ടാണ് നമ്മൾ എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ട് രീതിയിൽ ശ്രദ്ധിക്കണം. കോണ്ടെക്സ്ച്വലി കറക്റ്റ് ആണെന്നും അതുപോലെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെന്നും, ഇല്ലെങ്കിൽ മീനിങ് മാറിപ്പോകത്തില്ലേ. അത് ആ സിനിമ എല്ലാം കൂടി എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അഗൈൻ. The economy worldwide took a strong blow in the wake of COVID. That's great. The coming up of a well-planned strategy will bring down inflation. That is true. Yes. All right. When I presented a project, the teacher asked me to come up with something new. That's great. Good morning, Emil. After years of persistent struggles, the colonial rule was brought down and we became a sovereign. Sovereign എന്ന് പറയുന്ന adjective അല്ലേടാ. Cillian became a sovereign country, sovereign nation, something like that. I'm ashamed on you. എടാ ശരത്തെ, I am. Shame is a noun അല്ല അവിടെ വേണ്ടത്. I am ashamed അല്ലെങ്കിൽ I'm shameful എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. I'm ashamed of you, not you on you. I'm ashamed of you, Mr. DGP, and I know you are on the bed of big shots when the riot broke out. Riot, riot broke out in the slums very badly. Yes. Top of the morning. Lately, the State Bank of India came up with the innovative idea of incorporating artificial intelligence in the transaction and authorization processes to replace human workforce. That's great. Sukanya, good morning. Rama break out her plans. Rama suddenly started her plans. അത് തെറ്റല്ലേ ഐശ്വര്യ? ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു കാര്യം പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ ബ്രേക്ക് ഔട്ട് എന്ന് എന്ത് സംഭവിച്ചു, പെട്ടെന്നൊരു കാര്യം സംഭവിക്കുക. ദാറ്റ് ഈസ് വാട്ട് ബ്രേക്ക് ഔട്ട് ഇസ് കേട്ടോ. അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ലാസ്റ്റ് വണ്ണോ, ഹാവ് വൺസ് വർക്ക് കട്ട് ഔട്ട് ഫോർ യു എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയമാണ്. ഹാവ് വൺസ് വർക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയണ അനുപമ ഹാസ് ഹെർ വർക്ക് കട്ട് ഔട്ട് ഫോർ ഹെർ എന്ന് പറഞ്ഞാൽ അനുപമയ്ക്ക് കഷ്ടപ്പാടാണ്, അവൾ നന്നായി പാടുപെടേണ്ടി വരും. ഷി ഹാസ് എ ഡിഫിക്കൽട്ട് ജോബ് ടു ഡു. ഇപ്പം ചിലപ്പോൾ അനുപമ ഒരു പുതിയ ജോലിക്ക് കയറി, അല്ലെങ്കിൽ അനുപമ ഇലക്ഷൻ നിൽക്കുവാണ്. അപ്പം ഞാൻ പറയണ ഐ തിങ്ക് ഷി ഹാസ് എ വർക്ക് കട്ട് ഔട്ട് ഫോർ ഹെർ എന്ന് പറഞ്ഞാൽ അവളൊന്ന് കഷ്ടപ്പെടേണ്ടി വരും. ചില്ലറപ്പണിയല്ല, ഷി ഹാസ് എ ഗ്രേറ്റ് വർക്ക് ടു ഡു, ഷി ഹാസ് എ ഡിഫിക്കൽട്ട് ജോബ് ടു ഡു എന്നർത്ഥം. ഐ ഹോപ്പ് ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. ദ സിപ്പായി മ്യൂട്ടിനിയുടെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്, SEPOY ആണ് കേട്ടോ ഹർഷിത്. ദ സിപ്പായി മ്യൂട്ടിനി ബ്രോക്ക് ഔട്ട് ഓൺ 10th April 1857. All right. Adarshe, good morning. Vinu, good morning. Steve Jobs came up with innovative ideas to move the Apple mobile industry. That's great. I think so. She broke down of his studies since to become. No. Since എപ്പം മുതൽ പറ, സിൻസ് എപ്പം മുതൽ, എവർ സിൻസ് എന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. എവർ സിൻസ് അപ്പം മുതൽ എന്നുള്ള രീതിയിലും കൊടുത്തോ. സിൻസിന് മുമ്പ് എവർ സിൻസ് കൊടുത്തോ ഓക്കെ, ഇല്ലെങ്കിൽ സിൻസ് കഴിഞ്ഞിട്ട് നീ ഒരു പോയിന്റ് കൊടുക്കും, ഒരു പോയിന്റ് ഓഫ് ടൈം കൊടുക്കണം കേട്ടോ ശരത്തെ. സിൻസ് ഇറ്റത് ടു ബിക്കം റാങ്ക് ഹോൾഡർ ആസ് എ റണ്ണിങ് ടൈഗർ. ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് എന്തേ ഉഷാറില്ലല്ലോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. 60+ വ്യൂവേഴ്സ് ഉണ്ട്, ബട്ട് ലൈക്സ് ഒരു പകുതി പോലും, 1/3 പോലും വന്നിട്ടില്ല. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, വൊക്കാബുലറി മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു,
Please make sure that you like the session before you go. കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ. It is opportune time. Shamas decided to break out from relatives. That's great. The police acted promptly and the perpetrators was apprehended in no time. Great. He is weak in mathematics so that he grapples with engineering mathematics. All right, that's great. In the wake of laboratorial experiment, some harmful bacteria break out to the environment. That's great, Aditya. Breaking out of the termination tactics is considered ingenious act. Great. Please bring down all the negativity and come up with a smile. Of course, keep smiling. That's it. The stringent measures of teachers brought down the students. All right, that's great. Swadeshi movement broke out after partition of Bengal. That's great. അപ്പോൾ മറക്കണ്ട, ഇന്ന് കുറച്ചധികം phrasal verbs and one words ഉണ്ട്. നോക്കുക, grapple with, come up. കമ്മപ്പും കമ്മപ്പ് വിത്ത് രണ്ടാണ്. അതൊന്ന് നോട്ട് ചെയ്തു, കാരണം ഇവിടെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതല. കമ്മപ്പ് ഒരു വാക്ക്, ബട്ട് കമ്മപ്പ് വിത്ത് ഇസ് അനദർ വാക്ക്, അല്ലേ? അതൊരു വേറെ വാക്കാണ്. ഓക്കെ, കമ്മപ്പ് വിത്ത് ഇസ് അനദർ വേർഡ് ആണ്, ഐ മീൻ ഫ്രേസ് ആണ്, ഫ്രേസൽ വേർബാണ്. ഇൻ ദ വേക്ക് ഓഫ് പെർപെട്രേറ്റർ, ബ്രേക്ക് ഔട്ട്, ബ്രിങ് ഡൗൺ, come up with how one's work cut out for you. That's clear, I guess. അടുത്തോട്ട് പോകാം. അപ്പോൾ നമുക്കിപ്പോൾ 15% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് പർച്ചേസ് പ്ലാൻ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു കെൻ യൂസ് മൈ കോഡ് Y314 Y314 കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു പോസിബിലിറ്റി ഇപ്പോൾ കിടപ്പുണ്ട്. ഒരുപാട് വേക്കൻസി ഉള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 2 ഗ്രേഡ് പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. ഗ്രേഡിൽ പല പോസ്റ്റുകൾ 5000+ വേക്കൻസീസ് ഉള്ള ഗ്രേഡ് 2 പോസ്റ്റ് ആൻഡ് ഗ്രേഡ് 3 പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഡേറ്റുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ കോഴ്സ് ഹാസ് സ്റ്റാർട്ടഡ്. നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2022 രൂപയാണ് കോഴ്സ് ഫീ. അറിയാലോ, ദിസ് ഇസ് ഡിസ്കൗണ്ട് കിട്ടിയ ഒരു എമൗണ്ട് ആണ്. Y314 എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. SBI ക്ലർക്കിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ 2 ദിവസം നമ്മൾ ക്ലാസ്സിന് ചെറിയൊരു ഷിഫ്റ്റ് വ്യത്യാസം വന്നു. ബിക്കോസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് വി വർ ഔട്ട് ഓഫ് സ്റ്റേഷൻ, ഡൽഹിയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല, കമ്പനിയിലായതുകൊണ്ട്. സോ ചില ഇതൊക്കെ വന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ഇന്ന് മുതൽ നടക്കും. അപ്പോൾ അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കോഴ്സൊക്കെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ പോകും. നമ്മുടെ ക്ലാസ്സുകൾ ഉഷാറായിട്ട് പോകും. നമ്മുടെ കോഴ്സ് ഫീ 2159 ആണ്. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട കേട്ടോ. Y314 Y314. വേർഡ്സിലോട്ട് പോകാം, വൊക്കാബുലറിയിലോട്ട് പോകും. നമ്മുടെ ഫസ്റ്റ് വാക്ക് ഫോർ ദ ഡേ ഇസ് പ്രൊഫസ്. പ്രൊഫസ് ചെയ്യാം. നമ്മൾ പറയല്ലേ, പ്രാക്ടീസ് വോട്ട് യു പ്രൊഫസ്. കേട്ടിട്ടുണ്ടായിരിക്കും. നീ എന്ത് പറയുന്നോ അത് നീ എന്ത് കൊട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കുന്നില്ല, നീ എന്ത് ഡിക്ലെയർ ചെയ്യുന്നു, എന്ത് അനൗൺസ് ചെയ്യുന്നു, ആ സാധനം നീ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയാറുണ്ട്. ദാറ്റ് മീൻസ് പ്രൊഫസ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യാം, അനൗൺസ് ചെയ്യുക, പ്രൊക്ലെയിം ചെയ്യുക, അസേർട്ട് ചെയ്യുക. ഒരു കാര്യത്തെ നമ്മൾ ആഹ്വാനം ചെയ്യുക എന്നൊക്കെ പറയില്ല, അനൗൺസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിനാണ് പ്രൊഫസ് ചെയ്യുക എന്ന് പറയാം. അതിന് ഈ വാക്കുകളൊക്കെ എന്താ പറയുക, ഈ വാക്കുകളൊക്കെ ഇതാണ് എന്താ പറയുക, കണക്റ്റഡ് ആണ്. പ്രൊഫസ്, പ്രൊഫസി എന്നൊക്കെ വാക്കുകളെല്ലാം കണക്റ്റഡ് ആണ്. നോട്ട് എക്സാക്ട് മീനിങ് അല്ല, ഒരു കണക്ഷൻ ഉള്ള വാക്കുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. യു വിൽ ഫീൽ ദറ്റ് കണക്ഷൻ. പ്രൊഫസി അറിയാലോ, മുൻകൂട്ടി ഒരു കാര്യം പറയാം, ഫോർട്ടൽ ചെയ്യുക. പ്രൊഫസസ് ആഹ്വാനം ചെയ്യുക ഓർ ഡിക്ലെയർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ അല്ലേ? യെസ്, ലെറ്റ് മീ റീഡ്. സെൻറ്റൻസസ് ഉണ്ടല്ലോ, നമുക്കത് വായിച്ചു വിടണമല്ലോ. നോക്കട്ടെ. യെസ്, I don't like any relationship as well as family relations because they come up unusual issues with baseless. അല്ല, they come up with, അവിടെ വിത്ത് കൊടുക്കണം, എന്നിട്ട് unusual ideas കേട്ടോ. They come up with unusual issues and baseless idea എന്ന് കൊടുക്കണം കേട്ടോ. ശരത്തെ, to become a rank holder he is grappling with his studies. All right, that's a great thing. The perpetrator breaks out from the hand of the police. All right. ലൈവിൽ വരാൻ പറ്റാറില്ല, ബട്ട് ഡ്രോപ്പ് ചെയ്ത് റെക്കോർഡ് കാണുന്നുണ്ട് കേട്ടോ. എഡിറ്റോറിയൽ ക്ലാസ് മെയിൻസ് എക്സാമിന് നന്നായി ഹെൽപ്പ് ചെയ്തു. ദാറ്റ് സോ ഗ്രേറ്റ്ഫുൾ, ദാറ്റ് സോ ഗ്രേറ്റ്. ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. സുകന്യ ഉഷാറായിട്ടിരിക്കട്ടെ, അത് മതി. ദ അതോറിറ്റീസ് സ്റ്റാർട്ടഡ് ടു ഇൻസ്പെക്ട് ദ ടൂറിസ്റ്റ് ബസ്സസ് ഇൻ ദ വേക്ക് ഓഫ് വടക്കാഞ്ചേരി ആക്സിഡന്റ്. ഗ്രേറ്റ്. Stringent measures need to be formulated in the wake of accelerating pollution rates in the economy. That's great. പിള്ളേർ ഒരു കാര്യം ഇൻ ബിറ്റ്വീൻ ഞാൻ ബ്രേക്ക് എടുത്ത് പറയുകയാണേ. ഇപ്പോൾ സുകന്യ പറഞ്ഞ പോലെ എഡിറ്റോറിയൽ സെഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഡൽഹി പോയി സംസാരിച്ചപ്പോഴും എഡിറ്റോറിയൽ ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാം നമ്മൾ സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞ കാര്യം ഇതാണ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഡിറ്റോറിയൽ വന്നില്ലെങ്കിൽ എഡിറ്റോറിയൽ കൊണ്ട് ഗുണമില്ല. അത് ലിറ്ററലി ഒരു കാര്യമാണ്. കാര്യം ബാക്കി ഏത് സെഷനും നിങ്ങളിപ്പോൾ ഒരു ഇംഗ്ലീഷിൻ്റെ സെഷൻ, നോർമലി ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ സെഷൻ, അല്ലെങ്കിൽ നോർമലി ഇതിപ്പോൾ ഇത് കൾമിനേഷൻ, എവറിത്തിങ് ഇസ് കൾമിനേറ്റഡ്. ജിയോ ഉണ്ട്, ഇതിൽ ഇംഗ്ലീഷ് ഉണ്ട്, വൊക്കാബുലറി പാർട്ടുണ്ട്, അങ്ങനെ എല്ലാം കൂടി ഉണ്ട്. അതാണ്. പക്ഷേ
നിങ്ങൾ ബാക്കി ഏതൊരു സെഷന് പോയാൽ നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റനോ അല്ലെങ്കിൽ ഒരു 20 ക്വസ്റ്റൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ ക്വസ്റ്റൻസ് കുറച്ച് ജനറൽ നോളജ് വിൽ ഗെറ്റ് ഓഫ് കോഴ്സ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഡെയിലി നമ്മളൊരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ യു വിൽ ഫീൽ, നിങ്ങൾക്ക് മനസ്സിലാവും യുവർ റീഡിങ് എബിലിറ്റി, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് കൂടുന്നു. ഓഫ് കോഴ്സ് ഒരുപാട് വൊക്കാബുലറി പഠിക്കും. അത് റിപ്പീറ്റഡ് ആയിട്ട്, ഇറ്റ്സ് എ റിക്കറൻറ്റ് പ്രോസസ്. ഒറ്റ ദിവസം കൊണ്ടല്ല, സ്ലോ ആയിട്ട് നിങ്ങൾക്ക് റിക്കറൻ്റ് ആയിട്ട് കിട്ടുമ്പോഴാണ് യു വിൽ ഫീൽ ആ ഈസ് ഉണ്ടാവും ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള. പിന്നെ ഒരുപാട് വാക്സമത്തുണ്ടായാൽ നമ്മുടെ ഒബ്വിയസ്ലി വാക്സമത്തുണ്ടായാൽ നിങ്ങൾ സംസാരത്തിൽ അത് പ്രകടിപ്പിക്കും, നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങളുടെ ലാംഗ്വേജ് ലെവൽ ഇച്ചിരി ഇമ്പ്രൂവ്ഡ് ആയിട്ട് പോലെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മലയാളി കുട്ടികൾക്ക് ഇല്ലാത്ത എന്താണെന്നറിയോ, ഒരുപാട് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ ബബ്ബ അടിക്കും. എന്തുകൊണ്ടാണ്? വേർഡ്സിൻ്റെ കുറവുകൊണ്ടാണ്, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ്. ഇത് മതി നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. സോ ഇറ്റ് മസ്റ്റ് ബി എ റെക്കറൻറ്റ് പ്രോസസ്. എല്ലാ ദിവസവും ലൈവിൽ തന്നെ പറഞ്ഞ് ഞാൻ ഒരിക്കലും പറയില്ല. ലൈവിൽ ഞാൻ പറയാൻ കാരണം, ലൈവിൽ വന്നാൽ നിങ്ങൾക്ക് സെൻറ്റൻസ് സ്ട്രക്ചറും കൂടെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, സീ ദ റെക്കോർഡ് വേർഷൻ. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ റെക്കോർഡ് വേർഷൻ കണ്ടാൽ മതി. ബട്ട് ഒരിക്കലും അത് ഒഴിവാക്കാതിരിക്കുക, അത് കറക്റ്റ് ആയിട്ട് കാണുക. ബി കണക്റ്റഡ് വിത്ത് us. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ ബി ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഐ എം ഹിയർ. ഒരു ദിവസവും ട്രാവലിംഗ് അല്ലെങ്കിൽ വേറെ എല്ലാ ദിവസവും ഒരു പരമാവധി ഞാൻ എഡിറ്റോറിയൽ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിലൊരു മാറ്റവും ഇല്ല. ഇറ്റ് വിൽ ഗോ ഓൺ ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ ഡിസൈഡ്. കേട്ടോ? അപ്പോൾ അതിൽ നിങ്ങൾ ഒരു ഇത് വിചാരിക്കണം, മുന്നോട്ട് പൊക്കോണ്ടേ ഇരിക്കട്ടെ, വണ്ടി മുന്നോട്ട് പൊക്കോണ്ടേ ഇരിക്കണം. കേട്ടോ? അതൊന്ന് ശ്രദ്ധിച്ചോണം. കേട്ടോ? യെസ്. His chief was always tried to അല്ല വിജിഷ്മയ. His chief always tries to. അവിടെ വാസും വേണ്ട, ട്രൈഡും വേണ്ട, ഇങ്ങനെ കൊടുക്കുക. ഹിസ് ചീഫ്, അങ്ങയുടെ ചീഫ് always tries to bring down, brought down അല്ലേ, bring down this confidence level അല്ല, his confidence level, so that he should be well prepared എന്ന് കൊടുക്കുക. A cumbersome task of convincing father was attained by his daughter's astonishing smile. That's great. He come up with a new and improved formula. ഇല്ല. അവിടെ എന്ത് കൊടുക്കണ അറിയാം? He came up എന്ന് കൊടുത്തോ. Came up past tense കൊടുക്കുക. ഇല്ലെങ്കിൽ he singular അല്ലേ, സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ verb കൊടുക്കണ്ടേ. അപ്പോൾ he comes up with കൊടുക്കാം, അല്ലെങ്കിൽ he came up with കൊടുക്കാം. It will be grappled with അല്ലേ, it will be grappled with. will be കൊടുത്തിട്ടുണ്ടെങ്കിൽ it's gonna be passive. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, it will be grappled with what he said during the meeting എന്ന് കൊടുക്കാം. The police officers are grappling with identifying the motive behind the perpetrator. Trying hard to solve. Correct ആണ് അഭിനയ. That's right. Shashi Tharoor's English is hard to grapple with. Okay, that's right. The perpetrator behind drug mafia is accountable for illegalities in society. That's great. How was Delhi journey? Delhi journey was quite good. നല്ലതായിരുന്നു. ഒരുപാട് എന്താ പറയുക, ഒരുപാട് പേരെ കണ്ടു കേട്ടോ. ലിറ്ററലി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ടെക്നിക്കൽ ടീം, നമ്മൾ സൂം ഇവൻറ്റിലൊക്കെ കയറുമ്പോൾ ടെക്നിക്കൽ ടീം ബിഹൈൻഡ് ദ കേർട്ടൻ എന്ന് പറയില്ലേ, ബാക്കിലൊക്കെ ഇരുന്ന് നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് തന്നുകൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലായിരുന്നു. ബട്ട് വെൻ വി ഗോ ദെയർ, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത് വെച്ചാൽ, ദേ കെയിം ടു അസ്, ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ പരിചയപ്പെട്ടു. ലൈക്ക് പേര് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം നമ്മളവരെ കണ്ടിട്ടില്ലല്ലോ, അവർ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പരിചയപ്പെട്ടു, റിൻറ്റു മാം ഹായ് എന്നൊക്കെ പറഞ്ഞു, വർത്താനൊക്കെ പറഞ്ഞു. സോ ഗുഡ്. ഒരുപാട് പേര് നമ്മൾ ഇത്ര വലിയൊരു ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ടീം. നമ്മുടെ ടീം ഇത്ര വലുതാണ് എന്നും ഇത്രയും വലിയൊരു ഓഫീസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നത്. ടു എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. കേട്ട് പരിചയം ഉണ്ടെങ്കിലും കാണുന്നതിൻ്റെ അത്ര വരില്ലല്ലോ കേട്ട് ഒരു കാര്യം. സോ ദാറ്റ് വാസ് സോ ഗ്രേറ്റ്. അതാണ് ഡൽഹി ജേർണി. ഇറ്റ് വാസ് പ്യോർലി ബിസിനസ്. അല്ലാതെ നമുക്ക് കാണാനും സ്ഥലം കാണാനും എന്നുള്ള സമയം കിട്ടിയില്ല. വിൽ ഗോ സം ടൈം, ഒരു തവണയും കൂടി ഞങ്ങൾ പോകും. അപ്പോൾ പോകുമ്പോൾ ലോങ് ട്രിപ്പായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എല്ലാ സെഷൻസും പ്ലാൻ ചെയ്തിട്ട് മോർണിംഗ് സെഷനൊക്കെ എടുത്തിട്ട് ഈവനിങ്ങിൽ കറങ്ങാൻ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. കറങ്ങാനുള്ള സമയം കിട്ടിയില്ല. അതല്ലാതെ നോക്കുവാണെങ്കിൽ ജോണി വാസ് സോ ഗുഡ്. അതാണ്. യെസ്, താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് എം എൽ. ദ റിസൾട്ട് ഈസ് പ്രൊഫസ്ഡ് ബൈ IBPS. ഗ്രേറ്റ്, ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹരി എവിടെ ആയിരുന്നടാ? ജോലിക്ക് ഉഷാറാണോ ഹരി? ഹരി സുഖം. ഓക്കെ, രേഷ്മ ഗുഡ് മോർണിംഗ്. ശരണ്യ ഗുഡ് മോർണിംഗ്. മീ ടു ഡൂയിങ് ഗുഡ്. ഹരി മീ ടു നോ, മീ ടു എന്ന് പറയില്ല നന്ദീശ്, അങ്ങനെ പറയാം. സോ ആം ഐ എന്ന് പറയാം. നിങ്ങൾക്ക് യു ക്യാൻ യൂസ് ഇറ്റ്. ഹൗ ആർ യു? ഐ എം ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഹൗ ആർ യു? സോ ആം ഐ. അതുപോലെ തന്നെയാണ് ഞാനും എന്ന് പറയാം. സോ ആം ഐ യൂസ്ഡ് വളരെ നല്ല, എന്താ പറയുക, വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ യൂസേജ് ആണ്. സോ ആം ഐ. അല്ലെങ്കിൽ ഇഫ് ഐ ഡിഡ്, ഇറ്റ് വാസ് ഹാർഡ്, നമ്മൾ പറയല്ലേ ഇറ്റ് വാസ് ഹാർഡ് എന്ന് പറയുമ്പോൾ എന്താ പറയല്ലേ, എന്താ പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, ഐ വർക്ക്ഡ് ഹാർഡ്, സോ ഡിഡ് ഐ. ഞാനും എന്ന് പറയുകയാണെങ്കിൽ സോ ഡിഡ് ഐ. മനസ്സിലായോ? ആ യൂസേജ് സെയിം ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രതിഫലിക്കാം. ഓക്കെ, ഹൗ യു ഡു ഫ്രണ്ട്സ് ലോങ് ആഫ്റ്റർ ലോങ് ഗ്യാപ്പ്. ഓക്കെ, ശരണ എന്നോടാണോ? എല്ലാവരും സുഖം, ഉഷാറായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ വേറെ ആളുടെ വേറെ കാര്യം. 90% of politicians profess unwanted messages to make him as
Politicians are make him mala, make them as a demigod as they desire more admiration from the mob. അങ്ങനെ കൊടുക്കണേ. Himmala them ഷട്ടോ ചേർത്ത്. The processing of Rintumam to avail the optimum utilization of available resources made unique in the industry. Made her എന്നെ അല്ലേ ഹെർ കൊടുക്കണം. അപ്പം യെസ് കുറേ ആയല്ലോ ഇടയിൽ കയറിയിട്ടെന്ന്. ഞാൻ 1.5 മാസമായി, അല്ല 1.5 മാസം, ഒരു വർഷം, ലൈക്ക് ഒരു 1.25 വർഷം എന്ന് പറയാം ഇപ്പോൾ ഇടയിൽ കയറിയിട്ട്. Towards the end of his life, Ashoka converted to Buddhism and spent the rest of his life traveling world professing the teaching of Buddha. That's great. He assures to profess the idea. Great. PM Modi professed holiday for the school in the wake of heavy rain. Yes. SSC professed that the last date to apply for CGL is extended to 13/10/2022. Adene SSC CGL date extend ചെയ്തു. 8th ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. ബട്ട് ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് to 13. പക്ഷേ എന്തുകൊണ്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് കൂടെ മനസ്സിലാക്കുക. നമ്മുടെ സൈറ്റ് ഭയങ്കര ജാം ആയപ്പോൾ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഹാസ് thought about extending the date. അപ്പം ജാമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റോട് വീണ്ടും നിൽക്കരുത്. അപ്പം പിന്നെ മാറ്റി തരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത ഫ്രോട്ട് എന്ന അഡ്ജക്റ്റീവ് ആണ്. ഫ്രോട്ട് ഈസ് എൻ അഡ്ജക്റ്റീവ്. നമുക്കറിയാം 2 രീതിയിൽ ഉപയോഗിക്കാം. ഫ്രോട്ട് മീൻസ് ഫുൾ ഓഫ് അല്ലെങ്കിൽ ഫിൽഡ് വിത്ത്. ഇങ്ങനെ ഫുൾ ഓഫ് ഫിൽഡ് വിത്ത് എന്ന യൂസേജ് വരുമ്പോൾ അവിടെ വിത്ത് എന്നൊരു പ്രിപ്പോസിഷൻ കൊടുക്കണം അല്ലെ. മൈ ലൈഫ് ഈസ് ഫ്രോട്ട് വിത്ത് ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. സന്തോഷവും ഉണ്ട്, അത് രണ്ടും കൂടെ മിക്സ്ഡ് ആണ്, ഫുൾ ഓഫ് ആണ്, രണ്ടും ഉണ്ടെന്നുള്ള രീതിയിൽ. ഓർ ഉണ്ട് മിക്സ്ഡ് വിത്ത് അല്ല, ഐ മീൻ ഫുൾ ഓഫ്, നിറച്ച് എന്നുള്ള അർത്ഥമാണ്. മൈ ലൈഫ് ഇസ് ഫ്രോട്ട് വിത്ത് പോസിറ്റിവിറ്റി ഓർ മൈ ക്ലാസ് ഇസ് ഫ്രോട്ട് വിത്ത് പോസിറ്റിവിറ്റി, സംതിങ് ലൈക്ക് നമ്മൾ പറയില്ല ആ സാധനം. അപ്പം ഫ്രോട്ട് വിത്ത് എന്ന് പറയാം. അല്ലാതെ ഫ്രോട്ട് എന്ന് പറയാം കേട്ടോ. ഫ്രോഡ് ബിഹേവിയർ, ആൻഷ്യസ് ബിഹേവിയർ, വറീഡ് ബിഹേവിയർ, ആ ഒരു രീതിയിലും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. ഞാൻ അവിടെ പറഞ്ഞു ഒന്ന് വിത്ത് എന്ന് ഉപയോഗിച്ച് അഡ്ജക്റ്റീവിലൂടെ കൊടുക്കും, മറ്റേത് അഡ്ജക്റ്റീവിലൂടെ വിത്ത് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഫ്രോഡ് ബിഹേവിയർ എന്നോ ഫ്രോഡ് സിറ്റുവേഷൻ, ഇറ്റ് വാസ് എ ഫ്രോഡ് സിറ്റുവേഷൻ, ഒന്നും പറയണ്ട. ഹൗ വാസ് എ സിറ്റുവേഷൻ, എങ്ങനെ ഉണ്ടായിരുന്നു, അയ്യോ ഒന്നും പറയണ്ട, ഭയങ്കര ടെൻഷൻ അടിച്ചാൽ ഞാൻ, ഒരു ടെൻസ്ഡ് സിറ്റുവേഷനാണ്, വറീഡ് സിറ്റുവേഷനാണ്, അപ്സെറ്റ് സിറ്റുവേഷനാണ് എന്നൊക്കെ പറയില്ലേ, അത് ഫ്രോഡിൻ്റെ അർത്ഥം. അടുത്ത സെമിനൽ അഡ്ജക്റ്റീവാണ്. സെമിനൽ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ, ഫോർമറ്റീവ് അല്ലെങ്കിൽ പൈനിയറിങ്, ക്രിയേറ്റീവ്, ഇന്നോവേറ്റീവ് എന്നൊക്കെ പറയില്ലേ, അതാണ് സെമിനൽ എന്ന അർത്ഥത്തിൽ അഡ്ജക്റ്റീവാണ്. ഓർത്തോണം. അടുത്തത് ഇംപ്ലിക്കേഷൻ. ഓർത്തിട്ടുണ്ടോ? ഇംപ്ലിക്കേഷൻ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംപ്ലൈ ചെയ്യുന്നു. വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ, എന്താ അത് അർത്ഥമാക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നറിയാം അല്ലേ. എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ഇംപ്ലൈസ് എ വേർബ്, ഇംപ്ലിക്കേഷൻ ഇസ് എ നൗൺ. ഇംപ്ലൈ, സജസ്റ്റ്, ഇൻഫർ, അവിടെ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും, ഇൻഡിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഇംപ്ലിക്കേഷൻ, സജസ്റ്റ്, ഇൻഫറൻസ്. പക്ഷേ ഇംപ്ലിക്കേഷന് വേറെ അർത്ഥമുണ്ട്, ഇൻവോൾവ്മെന്റ് എന്നുകൂടെ ഉണ്ട്. ഓക്കെ, ഇംപ്ലിക്കേഷൻ്റെ മറ്റൊരർത്ഥമാണ് ഇൻവോൾവ്മെന്റ് എന്നുകൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് വൺ ഇസ് അണ്ടർലൈങ്. അണ്ടർലൈൻ ചെയ്യുക എന്ന വേർബിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് അണ്ടർലൈൻ. ദ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ. ബേസിക്, അണ്ടർലൈൻ, ബേസിക്. നമ്മൾ പറയില്ലേ ഇതിന്റെ അടിത്തട്ട്, ബേസിക്, ഫണ്ടമെന്റൽ, എസെൻഷ്യൽ എന്നൊക്കെ അർത്ഥമാണ് അണ്ടർലൈങ് എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തിരുന്നോണേ, അണ്ടർലൈങ് ഇസ് ബേസിക്, ഫണ്ടമെന്റൽ, എസെൻഷ്യൽ എന്നൊക്കെ ഓർത്തോണേ. Yeah, let me see. നോക്കട്ടെ. The government should proffer seminal welfare packages after their international journey. Yes, the diagnosis illustrated that the frequent and recurring dizziness and many underlying illness. Moreover, the doctor managed to point out treatment implications for substantial cure. Great. Good morning, Sonal. ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തി. കണ്ടില്ലേ സ്മാർട്ട് ബോർഡ് ഇല്ലെന്ന്. എന്താല്ലേ റജിനെ, സ്മാർട്ട് ബോർഡ് നമുക്ക് മേടിക്കാന്ന് അല്ലേ? ആണോ? അടിപൊളി. അയ്യോ എനിക്ക് വയ്യ. ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. ആണോ? ഓക്കെ. ഞാൻ ഈ ടെലിഗ്രാം എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു ഒരു ദിവസമായിട്ട്. ഇന്നലെ പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ദിവസമായിരുന്നു. ടു സ്പെൻഡ് വിത്ത് ഫാമിലി. അവർ വീട്ടുകാരോടൊന്നും വിളിച്ചു പോലും. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ വീട്ടുകാരെ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ ഞാൻ അവർ വിളിച്ചേയില്ല. വെൻ ഐ ഗോ ഫോർ എ ബിസിനസ് ട്രിപ്പ് ഐ ഡോണ്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് മൈ പീപ്പിൾ, ലൈക്ക് മൈ ഫാമിലി, എപ്പോഴും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വീട്ടുകാരോടൊന്നും മിണ്ടണമല്ലോ. ഇന്നലെയാണ് വിശേഷം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് ഇന്നലെ. അപ്പം അതുകൊണ്ട് ഇന്നലെ ഫുള്ളി വീട്ടുകാരുമായിട്ടാണ്, സൺഡേ അല്ലേ, അതുകൊണ്ട് വീട്ടുകാരുടെ കൂടെ ആയിരുന്നു. ഇന്ന് വേണം നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ ഒന്ന് നോക്കാനായിട്ടോ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ തരാമേ. ഓക്കെ, ഡിഗ്രി പ്രിലിംസ് October 22 മാത്രമല്ലേ ഉള്ളൂ. ചിലർക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല. ഇല്ലില്ല, അഭിനയ വരും. കാര്യം ഫസ്റ്റ് ഫേസ് ആണ് 22-ന്, October 22 ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് ഐ തിങ്ക് November 19 ആണെന്നാണ് എൻ്റെ വിശ്വാസം. 19-ാം തീയതിയാണ്. യെസ് കേട്ടോ അഭിനയ, അതുകൊണ്ടാണ് വരാത്തത്. Modra professed as a first 24/7 solar village. Yes,
Can you please repeat how you have to answer how are you? How are you എന്ന് പറയുവാണെങ്കിൽ ഇങ്ങനെ പറയാം, how are you? I'm good, I'm fine, I'm doing well. അല്ലെങ്കിൽ yeah, things are good എന്ന് പറയാം, things are good. How are you എന്ന് പറഞ്ഞാൽ things are good എല്ലാം പറയാം, അതൊക്കെ പറയാം. There are so many, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലാണെങ്കിൽ so many. അപ്പോൾ പക്ഷേ ഞാൻ എന്നോട് തിരിച്ചു ചോദിക്കുകയാണ്, ആൻഡ് what about you എന്ന് ചോദിക്കുമ്പോൾ you can say so am I, അതുപോലെ തന്നെ എന്ന് പറയാണ്. That's it, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, yes. Leaders should be seminal. Great. Yes, yes. The children are fraught with excitement for the coming holidays. That's great. ഡിസംബർ വരെ എക്സാം ഉണ്ടെന്ന്. ഓ, 2 ഫേസിൽ അത് കൂടുതലുണ്ടോ? അയ്യോ, എൻ്റെ ഒരു 2ാമത്തെ ഫേസ് ഇതാണെന്ന് എനിക്കുള്ളൂ. നാട്ടിലെത്തി മോളെ ഉഷാറായിട്ടിരിക്കുന്നോ? സുഖമാണോ? Let your life fraught with optimistic thoughts. That's great. Mother, I miss my daughter today, sir. Please help. Does she have any relationship? Question mark. ചോദിക്കുമ്പോൾ question mark കൊടുക്കുന്ന ചേർത്തെ. I understand the implication which behind your question. which അവിടെ വേണ്ട കേട്ടോ. I understand the implications behind your question എന്ന് കൊടുക്കണം കേട്ടോ. The Tamil Nadu government professed a new scheme for students to give breakfast which is seminal for other states. Yes. Teachers are very seminal in life of students. Yes, they are. The prophecy of Prophet Muhammad is fraught with thought-provoking notions. That's great. She's fraught about Allah. She's fraught with her. Oh, other. She's okay. She's fraught about her journey to UK. Fraught. Okay. Sung anxious, alle. Sita, good morning. The seminal legacy left by Kalpana Chawla still tale of ingene. The seminal legacy left by Kalpana Chawla is a tale of motivation for all women who want to explore outer space. അതല്ലേ. അപ്പം നീ കൊടുക്കുന്ന സ്റ്റിൽ ഉണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കൊടുക്കണം കേട്ടോ. സീലിയൻ അവിടെ വേർബ് മിസ്സിംഗ് ആണ്. ഇന്ന് സീലിയന്റെ വേർബ് ഇസ് മിസ്സിംഗ്. The seminal legacy left by Kalpana Chawla has still been a tale of motivation. Has still been കൊടുക്കണം കേട്ടോ. അപ്പം അത് കറക്റ്റ്. APJ Abdul Kalam is one of the seminal person, not person. One of the seminal persons കൊടുക്കണമല്ലേ, ബിക്കോസ് വൺ ഓഫ് ദന് ശേഷം പ്ലൂറൽ, വൺ ഓഫ് ദ എപ്പോഴും ഓർത്തോണേ, വൺ ഓഫ് ദ നിങ്ങൾ ഉപയോഗിച്ചോ അതിനുശേഷം എപ്പോഴും പ്ലൂറൽ നൗൺ കൊടുക്കുക കേട്ടോ. വൺ ഓഫ് ദിസ്, വൺ ഓഫ് ദാറ്റ് എന്നൊക്കെ നമ്മൾ കൊടുക്കുമല്ലേ. വൺ ഓഫ് ദാറ്റ് അല്ല, വൺ ഓഫ് ദോസ്, നോട്ട് പ്ലൂറലേ കൊടുക്കുള്ളൂ. പ്ലൂറൽ നൗൺ കൊടുക്കുന്ന കാര്യം മറക്കണ്ട കേട്ടോ. യാ, let's remember that. The underlying principle behind the phenomenon is Newton's law of motion. That's great. The plan is not viable, so you need to come up with a plan to untangle the abysmal situation which is grinding on the underlying economic state. Great. Editorial's underlying aim is to enrich aspirants' vocabulary. Aspirant-inde S കഴിഞ്ഞിട്ട് apostrophe കൊടുക്കാൻ മറക്കല്ലേ ഷമാസെ. The implication of digital board is an underlying factor during live sessions. Yes, it is. He was a seminal person in my life. That's great. രജനി മിസ് നമ്മളെ പറ്റിച്ചു, ഡൽഹിക്ക് കൊണ്ടുപോയില്ല, പിന്നെ പലപ്പള്ളി സോങ് പഠിത്തുന്നില്ല. ഹരി എടാ കൊച്ചുകളാ, ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ KP കുട്ടനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡൽഹി നമ്മൾ ഒരുമിച്ച് പോകുന്ന വിചാരിച്ചിരുന്നു. പക്ഷെ ഡൽഹി എന്ത് പറ്റും, നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് പോകാൻ പറ്റി. എന്താലേ ഓരോരോ കളി, എന്താവല്ലേ, കണ്ടിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ അല്ലേ, എന്താ ചെയ്യുക. I can give you information on the Tata company, that is, they are going to be declined, so go and collect the underlying assets as soon as possible before someone gets it. Oh, it is the honors of the court to make justification without being seminal to anyone. The policeman grappled with the behavior of the policeman grappled with the behavior of perpetrator behind the murder. Okay, ജസ്റ്റിസ് ഫോർ പാലാപ്പള്ളി. ഈ പിള്ളേരോട് ഞാൻ പറഞ്ഞതാ, ഇനി അത് പാടാൻ പറ്റില്ല. ഒരു ദിവസം ഞാൻ പാടിയിട്ട് 2 സെഷനിൽ കോപ്പിറൈറ്റ് ക്ലെയിം വന്നതിന് ശേഷം കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നുകൊണ്ട് എന്താ പാട്ട് പാടിയ ഇഷ്യൂ എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പുതിയ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു, യൂട്യൂബിന് എന്തോ ഒരു പുതിയ ഇതനുസരിച്ച് പാടാൻ പാടില്ല. ഇനി പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കമ്പനി ഒഴിവാക്കും. അവർ എന്നോട് പറഞ്ഞു, റിൻഡു ഇനി ക്ലാസ്സിൽ കയറിയ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പാട്ടും നിർത്തി, ഇനിയിപ്പോൾ ഞാൻ പറച്ചിലൂടെ നിർത്തണോ എന്നുള്ള രീതിയിലാണ്. മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഫ്രോഡ് വിത്ത് ലവ് ആൻഡ് പ്രോട്ടീൻ. അനൂപേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ദ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ സ്പീക്കിംഗ് ഇംഗ്ലീഷ് വെൽ is making reading a habit. That's great. The underlying implication of this seminal session is to make us well versed in English language. Of course it is. The Supreme Court professed that the preamble was an underlying part of the Indian Constitution. That's great. കൂടുതൽ പഠിക്കാം, അതെങ്ങനെയാണല്ലേ, എപ്പോഴും ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് വരുമ്പോൾ കുറച്ചുകൂടി പഠിക്കാനുള്ള അവസരം കിട്ടും. അപ്പം അങ്ങനെ തന്നെ, if you're too much thought about your future, it will have detrimental effects on your emotional well-being. Of course, underlying concepts in any subject is mandatory to grow. Great. The underlying reason behind the new decision was to reduce unwanted expenditure. Yes. Okay, Ardi, bye-bye. The professor's speech, apostrophe organized Aishwarya, was seminal to us. Don't panic and hold your breath. The seminal news arrives today onwards. All right. Don't think that
I didn't notice implied sarcasm in your comment. I'm going to let that go this time. That's great. Right to education is underlying one. That is great. Fraud anxious എന്ന മീനിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ ഏത് പ്രൊപ്പോസലാണ് വരുന്നത്? അവിടെ നമ്മൾ ഫ്രോഡ് ആൻഷ്യസ് എന്ന യൂസേജ് വരുമ്പോൾ നമ്മൾ ലിറ്ററലി അത് ഐ എം ആൻഷ്യസ് അബൌട്ട് എന്ന് പറയില്ലേ, അതേപോലെ ഉപയോഗിച്ചാൽ മതി. സെയിം വേ. ഓക്കെ, നോ പ്രോബ്ലം. ഇർഫാന ഗുഡ് മോർണിംഗ്. രാജസ്ഥാൻ ഗവൺമെന്റ് പ്രൊഫസ് മെനി അല്ലല്ലോ, അതിനൊരു കാര്യം കൂടി പറഞ്ഞല്ലോ. There are some underlying rules and implications behind this project. Primarily, we have to understand the underlying concepts of a subject before going deep into it. Into ഒറ്റ വാക്ക് കൊടുക്കണം ശ്രുതി. School life plays a seminal role in one's intellectual development. Yes, of course. Life is considered amazing as it is fraught with surprises. Yes, it is. Rajasthan government offers many opportunities to investors. Investors in INVESTORS ശ്രദ്ധിക്കണേ, സ്പെല്ലിംഗ് മാത്രം. Through investment promotion schemes. That's great. The interlocutor implied not to grapple with the opponent. That's great. Motives behind the newly professed committee proved to be a failure, although the claims raised by the authorities were seminal. എന്നാലും ഇത്ര നിസ്സാര കാര്യത്തിന് കോപ്പിറൈറ്റ് ക്ലെയിംസ് ഇതാവാൻ ആണോ ഈ പണി ചെയ്ത്, ഏതവനാണോ ഈ പണി, അതാണ് സത്യം. അങ്ങനെ ഒരു കാര്യം വന്നു നീ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർത്തിയത് ആ പരിപാടി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്ക് പറഞ്ഞിട്ട് ഞാൻ വാക്ക് പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിൽ ഐ വിൽ നെവർ. അപ്പം എടുത്തല്ലോ. അത് ടെനന്റ് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന ആൾക്കാരെ ടെനന്റ് നമ്മൾ പറയാം. ലൈക്ക് എൻ്റെ ടെനൻ്റാണ് അങ്ങേരെന്ന് പറയില്ലേ. എന്ന് വെച്ചാൽ ഞാനൊരു വീടുണ്ട്, എനിക്കൊരു വീട് അല്ലെങ്കിൽ ഒരു റൂമുണ്ട്, അത് ഞാൻ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഹീസ് മൈ ടെനന്റ് എന്ന് പറഞ്ഞാൽ ഹീസ് ദ ഓക്യുപ്പൻ്റ് ഓഫ് മൈ റൂം അല്ലേ. അതാണ് ടെനന്റ്. റെസിഡൻറ്റ്, ഇൻഹാബിറ്റൻ്റ് അല്ലെങ്കിൽ റെൻഡർ, അതാണ് ടെനന്റ്. കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കും അല്ലേ, ടെനന്റ്. അടുത്തത് ഡെപ്രിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവർട്ടി, ഇല്ലായ്മ. ഒരു കാര്യത്തിന് ഇല്ലായ്മയ്ക്കാണ് ഡിപ്രൈവ് ഓഫ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഡിപ്രൈവ് എന്ന വേർബ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. യെസ്, ദാറ്റ്സ് ഡിപ്രൈവ്. ആ ഡിപ്രൈവിൻ്റെ നൗണാണ് ഡെപ്രിവേഷൻ കേട്ടോ. പോവർട്ടി, പെന്യൂറി, പ്രിവേഷൻ, ഹാർഡ്ഷിപ്പ് എന്നൊക്കെ നമുക്കതിനെ പറയാം. ഓൾറൈറ്റ്, ഓർത്തോണം. അടുത്തത് ഇൻസെൻറ്റീവ് അല്ലെ. ഇൻസെൻറ്റീവ് കിട്ടിയെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇൻഡ്യൂസ്മെൻറ്റ്, മോട്ടിവേഷൻ, മോട്ടീവ്, റീസൺ എന്നൊക്കെ ഇൻസെൻറ്റീവിൻ്റെ അർത്ഥമുണ്ട്. ഓക്കെ. അടുത്തത് ഡെഫിനിറ്റീവ്. എന്താണ് ഡെഫിനിറ്റീവ്? ഡെഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ കൺക്ലൂസീവ്, അവസാനത്തെ, ഫൈനൽ, അൾട്ടിമേറ്റ്, ഓർ ഇതാണ് നമ്മുടെ ഡിസിഷൻ മേക്കർ. ഡിസിസീവ് എന്നർത്ഥത്തിലാണ് ഡെഫിനിറ്റീവ് എന്നർത്ഥം. അഡ്ജക്റ്റീവ് ആണ്, ഓർത്തോണം. ഡെഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ കൺക്ലൂസീവ്, ഫൈനൽ, അൾട്ടിമേറ്റ്, ഡിസിസീവ് എന്നൊക്കെ നമുക്ക് പറയാം. ആൻഡ് ദെൻ ലാസ്റ്റ് വേർഡ് ഇസ് നൗൺ ആണ്. അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പോയത് കണ്ടാണ്. ഇറ്റ്സ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ദാറ്റ് ഇസ് എ നൗൺ. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? അക്കൗണ്ടബിൾ എന്ന് കൊടുക്കണം. അഡ്ജക്റ്റീവ് ആണെങ്കിൽ യു ക്യാൻ ഗിവ് അക്കൗണ്ടബിൾ. യു ആർ അക്കൗണ്ടബിൾ ഫോർ ദിസ്. നീയാണ് ഇതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്ന് പറയില്ലേ. അക്കൗണ്ടബിൾ ഇസ് അഡ്ജക്റ്റീവ് ആൻഡ് അക്കൗണ്ടബിലിറ്റി TY വാക്കുകൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. TY വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്തോണേ. ദീസ് ആർ വാക്കുകളല്ല, ആർ എന്താണ്? നൗൺസ് ആണ്. അക്കൗണ്ടബിലിറ്റി അല്ലേ, നമ്മൾ പോലെ സിൻസിയറിറ്റി, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ആൻസറബിലിറ്റി, ലൈബിലിറ്റി, റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. അക്കൗണ്ടബിൾ ഇസ് റെസ്പോൺസിബിൾ, ലൈബിൾ, ആൻസറബിൾ എന്നൊക്കെ അർത്ഥം. ഓർത്ത് വെച്ചോളാം. You know, I guess. Education is an underlying part of everyone's right. Yes, it is. Everyone should follow underlying rules on road. That is great. The parents were fraught with their children's future. Okay, that's great. With a short span of time, you have managed to break many, if not all, the underlying principles this company stands for. All right. My brother is a tenant of my room after my marriage. സങ്കടം ഉണ്ടെന്നല്ലേ, എൻ്റെ റൂം അവൻ കൈയടക്കിയെന്ന്. കൊള്ളാം. The tenant was deprived of his right to move court about the deplorable conditions he was living in. Great. Incentive behind my grammar studies caused to ring to miss. ശങ്കർ, എൻ്റെ പൊന്നെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഓഫീസിലാകുമ്പോൾ സ്റ്റുഡിയോ ഭയങ്കര വലുപ്പത്തിൽ പൊക്കത്താണ്, അതുകൊണ്ട് നമുക്ക് ഉത്തരത്തിൽ കയറാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ ഉത്തരത്തിൽ കയറും കേട്ടോ. ഞാൻ വീട്ടിലെത്തി, അതുകൊണ്ട് ഉത്തരത്തിൽ കയറ്റില്ല എന്നെ നീ. ദ ലാൻഡ് ലോഡ് ബിഹേവ്ഡ് റൂഡ്ലി ടു ടെനന്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. യെസ്, അത് ശരിയാണല്ലോ. ഇന്ന് ഹരി ലീവാണോ എന്നല്ലേ. ഓപ്പോസിഷൻ പാർട്ടീസ് ആർ അക്കൗണ്ടബിൾ ഫോർ ദ ഹെഡേക്ക് ഓഫ് ദ ഗവൺമെന്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഹീസ് എ മാൻ ഓഫ് ഫ്രോഡ്. ഹീസ് എ മാൻ ഓഫ് ഫ്രോഡ്? നോ. MLA ഫ്രോഡ് എന്ന് പറഞ്ഞ ഫ്രോഡ് ബിഹേവിയർ കൊടുത്തോ, ആൻഷ്യസ് ബിഹേവിയർ കൊടുത്തോ. കാരണം ഫ്രോഡ് ഇസ് എൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ഒരിക്കലും പ്രിപ്പോസിഷന് ശേഷം വരില്ല. ഇഫ് ഇറ്റ് ഇസ് ഒരു നൗൺ തൊട്ടടുത്തോട്ടെ കുഴപ്പമില്ല. ഫ്രോഡ് ബിഹേവിയറിൻ്റെ അയ്യോ അവൻ ടെൻഷൻ്റെ ആളാ എന്ന് പറയാനാണെങ്കിൽ ഫ്രോഡ് ടെൻഷൻ എന്നല്ല, അപ്സെറ്റ് ആയിട്ടുള്ള അവസ്ഥ, സിറ്റുവേഷൻ ഓർ ബിഹേവിയർ അങ്ങനെയുള്ളത് കൊടുക്കാം. അഡ്ജക്റ്റീവ് അല്ല, നൗൺ നമുക്ക് വേണ്ട കേട്ടോ. MLA അപ്പോൾ ഫ്രോഡ് ഡെസിഷൻ, ഫ്രോഡ് ബിഹേവിയർ എന്ന് കൊടുത്തോ.
Okay, the family was suffering from deprivation. All right, the students going far away from home for higher education are depending on tenants. Yes, they are. അല്ലേ അവിടെയൊക്കെ പോയി താമസിക്കുമ്പോൾ of course they won't. His pitching skills are so unparalleled that he makes double his salary from incentives alone. That's great. Implication of underlying rights is necessary to the accountability of every country. That's great. The bus driver and the passengers of the bus are equally accountable for the accident. That's great. കഴിഞ്ഞ ദിവസത്തെ വടക്കാഞ്ചേരിയിലെ ആക്സിഡന്റിനെ പറ്റി പറയാൻ തോന്നുന്നു അല്ലേ. വി ആർ ഓൺലി ടെനന്റ് ഇൻ ദിസ് എർത്ത്. ഇൻ ദിസ് എർത്ത് അല്ല, ഓൺ ദിസ് എർത്ത്. കേട്ടോ, ഈ ഭൂമിയിൽ ഇൻ ദിസ് എർത്ത് പറയും. നമ്മൾ എർത്ത് പറയുമ്പോൾ എപ്പോഴും ഭൂമിയുടെ മുകളിലാണ് പറയുന്നത്. ഓൺ ദിസ് എർത്ത് പറയാം കേട്ടോ ഹർഷദേ. The case was closed because he got a definitive evidence. That's good. Deprivation is one and only weapon of politicians, which they implied in election fest. Yes, they are. Moving on. അപ്പോൾ നമ്മുടെ SSC CGLന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതിന് മറക്കേണ്ട 13th ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്തോളൂ കേട്ടോ. 13th വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ October 10 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നാളെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇനിയും താല്പര്യമുള്ളവർ ഉഷാറായിട്ട് വന്ന് ജോയിൻ ചെയ്യുക. കാര്യം നമ്മുടെ ക്ലാസ് 2260 രൂപയ്ക്ക് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ബാച്ചിലുള്ള SSC CGL പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി വൺസ് റണ്ണിങ് ബാച്ച് ഉണ്ട് നമുക്ക്. അതുകൂടാതെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മടിച്ചു നിൽക്കണ്ട. മറ്റുള്ളവർ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു ഔട്ട്. ഞങ്ങൾ ഉണ്ടാവും കൂടെ. അതുകൂടാതെ നമ്മുടെ SBI POയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് October 12. അതായത് 2 ദിവസം കൂടെ കഴിയുമ്പോൾ. അപ്പോൾ ഇറ്റ്സ് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലാണ് ക്ലാസ്സുകൾ പോവാം. 2469 രൂപ അല്ല 89 രൂപ അതാണ് നമ്മുടെ കോഴ്സ് ഫീ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. PO ഡേറ്റ് കഴിഞ്ഞു. ഡേറ്റ് കഴിഞ്ഞില്ല. October 10 നാളെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ നാളെ. അപ്പോൾ അത് മറന്നു പോകണ്ട. ഒന്ന് ഉഷാറായിട്ട് നടക്കട്ടെ കാര്യങ്ങൾ. അപ്പോൾ പോകാൻ നമുക്ക് അടുത്ത സെറ്റിലോട്ട്. നെക്സ്റ്റ് സെറ്റ് ഇസ് റാത്ത്. ഓർമ്മയുണ്ടോ? റാത്ത് ഓഫ് മാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ജെയ്സൺ സ്റ്റേത്തത്തിൻ്റെ ഒരു മൂവി ഉണ്ട്. സോ റാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗണാണ്. ആങ്കർ, റേജ്, ഭയങ്കര ആങ്കറാണ് കേട്ടോ. ചില്ലറയല്ല, ഭയങ്കര കൂടിയാണ്. ആങ്കർ ഭയങ്കര ദേഷ്യം, എക്സ്ട്രീം ആങ്കർ. റേജ്, ഫ്യൂറി, അനോയൻസ്, ഇൻഡിഗ്നേഷൻ, അതിനാണ് റാത്ത് എന്ന് പറയാം. ഓക്കെ, റാത്ത് ഓഫ് മാൻ എന്നിട്ട് ഞാൻ പറഞ്ഞ മൂവി ഉണ്ട്. നിങ്ങൾ കണ്ടു നോക്കി അറിയാം. അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത റണ്ണിൻ ഞാൻ പറഞ്ഞല്ലോ ഹൈഫനേറ്റഡ് ആകുമ്പോൾ അതിന് നൗൺ ഫോർമുലേഷനാണ്. സോ റണ്ണിൻ ഈസ് എൻ ഇൻഫോർമൽ യൂസേജ്. വളരെ ഇൻഫോർമൽ ആയിട്ടൊരു യൂസേജ് ആണ് റണ്ണിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ വെച്ചാൽ ഡിസഗ്രിമെൻറ്റ്. റണ്ണിൻ പ്ലൂറൽ ഉണ്ട് കേട്ടോ. സോ ദർ ആർ റണ്ണിൻസ് ബിറ്റ്വീൻ അസ് എന്ന് വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ കം. എനിക്ക് തോന്നുന്നില്ല അവൾ വരുമെന്ന്. ബിക്കോസ് ദർ ആർ റണ്ണിൻസ് ബിറ്റ്വീൻ അസ് എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് what it is. Run in informal usage ആണ്. ഡിസഗ്രിമെൻറ്റ്, ആർഗ്യുമെൻറ്റ്. അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അതിന് വേറൊരു കാര്യമാണ്. നമ്മുടെ ഒരു അപ്രോച്ച് ടു സംതിങ്, അപ്രോച്ച് ടു ആൻ ഈവൻറ്റ് ഒരു ആക്ടിനോടുള്ളൊരു നമ്മുടെ അപ്രോച്ച്, ഇതിന് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നതാണ് അപ്രോച്ച് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അല്ലാതെ ഇൻഫോർമൽ യൂസേജ് ആകുമ്പോൾ റണ്ണിൻ ഡിസഗ്രിമെൻറ്റ്, ആർഗ്യുമെൻറ്റ് എന്നുണ്ട്. ഇവിടെ ഡിസഗ്രിമെൻറ്റ്, ആർഗ്യുമെൻറ്റ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ അപ്രോച്ച് എന്നൊരു അർത്ഥവും കൂടെ റണ്ണിനുണ്ട്. രണ്ടും അറിഞ്ഞിരുന്നോട്ടെ, അതുകൊണ്ടാണ്. അടുത്ത ഡിസ്ബാൻഡ് ചെയ്യുക. വാട്ട് ഈസ് ഡിസ്ബാൻഡ് ചെയ്യുക? ബ്രേക്കപ്പ് ചെയ്യുക, ഡിസ്പേഴ്സ് ചെയ്യുക, ഡീമൊബിലൈസ് ചെയ്യുക, ഡിസോൾവ് ചെയ്യുക, പിരിച്ചു വിടുക അല്ലേ. ഡിസ്പേഴ്സ് ചെയ്യുക പറഞ്ഞാൽ അസംബ്ലി ഡിസ്പേഴ്സ്ഡ് കേട്ടിട്ടില്ലേ, പിരിച്ചു വിട്ടേക്കുന്നു. ദാറ്റ് ഈസ് ഡിസ്ബാൻഡ്. അടുത്ത സീഷർ. സീസിയ എന്ന വാക്കിൻ്റെ നൗണാണ് സീഷർ അല്ലേ. ടേക്ക് ഹോൾഡ് ഓഫ് അല്ലേ. അപ്പോൾ വേർബ് സീസ് ദി ഓപ്പർച്യൂണിറ്റി അല്ലേ. സീസ് ദ ഡേ, കാർപ്പെ ഡിയം, ആ സീസാണ്. അതിൻ്റെ സീഷർ എന്ന് പറയുമ്പോൾ ക്യാപ്ചർ, ടേക്ക് ഓവർ എന്നൊക്കെ അർത്ഥമുണ്ട്. അതല്ലാതെ വേറൊരു സീഷർ കൂടെ ഉണ്ടല്ലോ. നമ്മൾ ബ്രെയിനിലൊക്കെ സീഷർ പറയില്ലേ, ബ്രെയിനിൻ്റെ നമുക്ക് എനിക്കൊന്നും നോർമലി നമ്മുടെ എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിഫക്ട്സുകളൊക്കെ വരുമ്പോൾ ഫേസ് കൺവൾഷൻസ് അല്ലെങ്കിൽ സ്പാസം ഒക്കെ സീഷർ വരാറുണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലേ, അറിയല്ലേ. ഫിറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം സീഷർ, അത് പറയാം. ഓക്കെ, അടുത്തത് നൗണാണിത്. അപ്പോൾ സീസ് വേർബും. പ്രോമിനൻസ് എന്നൊരർത്ഥം. പ്രോമിനൻസ് അറിയാലോ, ഫെയിം, പ്രശസ്തി, യെസ്. സെലിബ്രിറ്റി, എമിനൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പ്രോമിനൻസ് എന്ന വാക്കിന് പറയാം. പ്രോമിനൻസ് നൗൺ ആണ്, ഓർത്തോണം കേട്ടോ. പ്രോമിനൻറ്റ് ഈസ് ദി അഡ്ജക്റ്റീവ്. പ്രോമിനൻറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ നൗണും അഡ്ജക്റ്റീവ് ഫോർമുലേഷനൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പ്രോമിനൻറ്റ് അഡ്ജക്റ്റീവ്, പ്രോമിനൻസ് നൗൺ. ENC വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ANC വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം അതൊക്കെ അഡ്ജക്റ്റീവും ഉള്ളത് ടി വരുന്നതൊക്കെയാണ്. നൗണ് വരുമ്പോൾ ENC, ANC ഒക്കെ വരുമ്പോൾ TY വാക്കുകളൊക്കെ വരുമ്പോൾ ഓർത്ത് വെച്ചോണം. ദാറ്റ് ഇസ് പ്രോമിനൻസ് കേട്ടോ. ഓൾ റൈറ്റ്, ലെറ്റ് മീ സീ യുവർ സെൻറ്റൻസസ്. ഓക്കെ, ഇറ്റ് ഈസ് ഓണേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്. അല്ലല്ല, ഇവിടം വരെ എത്തിയായിരുന്നു, വേറെ ഒന്ന് പറഞ്ഞു. ഓക്കെ, ആസ് എ ടീം ലീഡ് you ought to know that you will be held accountable for your team's actions. Great. The bus driver is accountable for the Varkanjeri bus accident. Yes. Squandering of money was merely responsible for the deprivation he faced. Okay.
The definitive aim of a democracy enhances the accountability of elected representatives. Great. It is the honors of the government to render the essential thing when the indigenous people are in deprivation. Yes, deprivation leads to strong decisions. ഇന്നല്ലേ ഒക്ടോബർ 10? അയ്യോ, ഇന്നാണ് ഒക്ടോബർ 10. യെസ്, ഇന്നാണ് ഒക്ടോബർ 10. അമ്മേ, ഞാൻ മറന്നുപോയി, ഇന്നാണ് ഒക്ടോബർ 10. അപ്പോൾ ക്ലാസ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഒക്ടോബർ 10 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ വിട്ടുപോയി, 9-ാം തീയതിയാണ് എൻ്റെ മനസ്സിൽ. ശങ്കരെ, താങ്ക് യു ഓർമ്മിപ്പിച്ചതിന്. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഫോർ ഇത് കേട്ടോ, SBIPയോടെ. Tenants of Penance Lane are accountable to bring in an amount for fundraising which aims at residents' standard elevation. Yes. Yes. Ma'am, how many classes will be there in a day in CHSL course? രണ്ട് daily 2 കേട്ടോ. Tenants are usually better than our relatives in certain conditions. Tenants are verb പോയി, എമിൽ verb വേണം അവിടെ, are കൊടുക്കണം കേട്ടോ. Tenants are usually. The whole town was desecrated in the wrath of Daenerys Targaryen. All right. The teacher's wrath spoiled the day of students. Okay. I had a run-in. Hyphen കൊടുത്തേ, Celine. I had a run-in with my old boss on my way here. Argument. Healthy care and education are the underlying one. Government should ensure these are affordable to people at penury. Yes. Healthcare. Other correct. People at penury, people in penury. In deprivation. Even though he didn't do the crime physically, he was convinced because his plan acted as an incentive to do crime. Yes, sometimes wrath spoils everything. Yes, if not, he consulted a doctor. He can't control his wrath until he married. If not, he consult a doctor. He can't control his wrath until he married. Until he marries. കല്യാണം കഴിക്കുന്നവരെ എന്ന് അല്ലേ? ടീച്ചർ അതോ സിൻസ് ഹി മാരിഡ്, കല്യാണം കഴിച്ച മുതലാണോ നീ ഉദ്ദേശിച്ചത്? ടീച്ചർ disbanded the meeting as a number of people were deprived to carry on the meeting. Disbanded the meeting as number of people were deprived to carry ഇല്ലായിരുന്നു എന്ന് പറയില്ല. പീപ്പിൾ വർ, അവിടെ നമുക്ക് ആൾക്കാരില്ല എന്നുള്ള അർത്ഥം ഡിപ്രൈവ്ഡ് ഓഫ് പറയില്ല കേട്ടോ. അവിടെ എന്ത് കൊടുക്കണമെന്ന് ഇർഫാൻ, പീപ്പിൾ വർ മിസ്സിംഗ്, ആബ്സെന്റ് അങ്ങനെ കൊടുത്തു, ഓൺ ലീവ് കൊടുത്തു, എന്നാലും കുഴപ്പമില്ല. ദി ഹിന്ദു എഡ്യൂക്കേഷൻ ആക്സസ് ആൻ ഇൻസെന്റീവ് ടു ലേൺ ന്യൂ വൊക്കാബ്സ്. വൊക്കാബ്സ് അല്ല എമ്മിലെ വൊക്കാബ്, വൊക്കാബുലറി ആൻഡ് വൊക്കാബ്. വൊക്കാബ് ഷോർട്ട് ഫോം ആണ്. അൺകൗണ്ടബിൾ, എസ് ഇട്ട് കൊടുക്കരുത്. There should be a definitive revision before the exam. You need to rein in your wrath in order to associate with them. Great. The fishermen usually run in with the people. People's are people. We can't confine him to side bench. He is a prominent member of our team. Yes. Sita, hi. എന്താണ് ചോദിച്ചോ സീത? അതാണോ മിസ് ചെയ്യുന്ന വിളിച്ചേ? എന്താ ചോദിച്ചോ? എനിക്ക് മിസ് ഔട്ട് ആയോ സീതയുടെ സെന്റൻസ് വല്ലോ? Syndicate Bank is disbanded to Canara Bank. Yes. അല്ലല്ല, അവിടെ ഡിസ്ബാൻഡഡ് ടു അല്ലല്ലോ, പിരിഞ്ഞു പോയെന്നല്ലോ. അവരെന്താ ചെയ്യുന്നത്? അവർ കൊളാബ് ചെയ്തു അല്ലേ? അവിടെ അമൽഗമേഷനാണ് നടന്നത്. ഐശ്വര്യ, അവിടെ ഡിസ്ബാൻഡഡ് വരത്തില്ല. The military was disbanded due to the arguments in between the people. Okay. His immense wrath made a run-in with his wife and finally they disbanded. All right. I always talk about accountability to others even though it does not exist in me. എൻ്റെ പൊന്നനുവേ, നീ നിന്നെ തന്നെ ട്രോൾ ആണോ രാവിലെ? He is reminded of something എന്ന് പറയുന്നത് പാസീവ് ആണോ? He's reminded of something. ആണ്. അപ്പോൾ അതിൻ്റെ ആക്റ്റീവ് എന്താ? He's reminded of something എന്ന് പറഞ്ഞാൽ ആരോ അവനെ എന്തോ റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. He's reminded of something. എന്തിനോ പറ്റി അവൻ ഓർമ്മപ്പെടുത്തി എന്നാണ്. ആരോ ഓർമ്മപ്പെടുത്തി എന്നുള്ളതില്ല. അപ്പം എന്താണ്? സംതിങ് റിമൈൻഡ്സ് മീ, this reminds me, ഇങ്ങനെ പറയില്ലേ സീത? ഞാൻ പറയാം, this reminds me of my friend എന്ന് പറയാൻ, അല്ലെ this reminds me of my school days എന്നൊക്കെ പറഞ്ഞാൽ അത് പാസീവ് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പം I was reminded of my school days എന്ന് പറഞ്ഞാൽ അത് പാസീവ് വോയിസ് ആയി. ദാറ്റ്സ് എ ഡിഫറൻസ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡിപ്രിവേഷൻ ഓഫ് അസറ്റ്സ് ഇസ് ഗോയിങ് ടു ബി പെറിലസ് ഫോർ ദി സൊസൈറ്റി. ഈ ബൈ എപ്പോഴും വരണമെന്നില്ല പാസീവ് ആവാൻ. അത് എപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബൈ സംബഡി, ബൈ സംതിങ് എന്നുള്ളത് വരണമെന്നില്ല പാസീവ് ആവാൻ. ആകെ വരേണ്ടത് B+V3 ഫോം ആണ് കേട്ടോ. സീത B+V3 ഫോം ആണ്, അതൊന്ന് ശ്രദ്ധിച്ചോണം. Deprivation of assets is going to be perilous for the society. Okay, your yellow journalism makes more prominences to every single unwanted news. Prominences എന്ന് പറയില്ല, prominence uncountable noun ആട്ടോ അത്. ശരത്തെ, the leader was disbanded old team. The leader disbanded old team. Was disbanded അല്ല, പാസീവ് അല്ല, ആക്റ്റീവ് കൊടുക്കുക.
We disband our team due to some run-in with us. Okay, let's disband. നമുക്ക് ഡിസ്പോസ് ചെയ്യാം. മതിയോ? മടുത്തോ? ശങ്കരെ കൊള്ളാം. The continuous disagreement among the personnel leads to a quarrel. Great. The chief minister's wrath towards the union minister became a dilemma in the society. Great. Sub-vocalization, മീനിങ് എന്ന് പറഞ്ഞു തരാമോ മിസ്സേ? സബ് വോക്കലൈസേഷൻ എനിക്ക് ഞാൻ നോക്കട്ടെ എന്താണ്. ഞാൻ എനിക്കൊന്ന് വെച്ചാൽ കളക്റ്റീവ് എന്തോ ഒരു കളക്റ്റീവ് മീനിങ് ആണെന്ന് തോന്നുന്നത്. അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ ഇച്ചിരി ഇത് വായിച്ചു, ഇത് കുറേ സെൻറ്റൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പം നോക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്. The photographer sees the beauty of nature. Great. His rage dispersed his relations. Great. Janaki disbanded her prominence love in 96 for Ram. Janaki's misleading float. All right. His prominence enraged many others. Yes. He's ruled out of the team due to muscular seizure. Okay. The prominent in finance controversial speech was pejorative. Due to prominence of her, he disbanded her. Okay. ഓക്കെ, പ്രോമിനൻസ് ആണ്. നീ ഷമാസ് തിരുത്തി കൊടുത്തല്ലടാ. ദ പ്രോമിനൻറ്റ് ഇർഫാനാസ് ഇല്ല കോൺട്രവേഴ്ഷ്യൽ സ്പീച്ച്. എടാ അവിടെ പ്രോമിനൻസ് അല്ലേ നീ തിരുത്തി കൊടുത്തത്? അത് പ്രോമിനൻറ്റ് വേണ്ട. ദ പ്രോമിനൻറ്റ് ഇൻഫാനാസ് കോൺട്രവേഴ്ഷ്യൽ സ്പീച്ച്. പ്രോമിനൻ്റ് ആയ ഇൻഫാനയുടെ എന്താണ് കോൺട്രവേഴ്ഷ്യൽ സ്പീച്ച്. അത് കറക്റ്റ് ആട്ടോ ഹരി. The definitive decision of referee refuses a goal to the Northeast United in the ISL. Okay, normally husband doesn't disband alla. Doesn't കൊടുത്താൽ disband മതി. Doesn't disband the normally husband doesn't disband the husband. So അത് തെറ്റാണല്ലോ. Contextually it doesn't make a sense. Normally husband doesn't disband alla, disband ആണ് ഓർത്തോളൂ കേട്ടോ. Typically the prominent person is admired by many people. Yes, his property was seized by the authorities as loan repayment was not done. Great. Hero Honda was disbanded since early 2000. Okay, the prominent അപ്പോൾ ഈ since വരുമ്പോൾ was disbanded വരില്ല. എന്ത് കൊടുക്കണം? has been disbanded or had been disbanded എന്ന് കൊടുക്കണം. അത് വരണം. Okay. The prominent musician passed away last night. All right. He's suffering from fatal sporadic insomnia and occasional seizures. Great. The prominence of Kerala Blasters in Kallur is quite extravaganza. Yeah. ആ ക്വൈറ്റ് എന്താ? ഇത് ക്വിറ്റാണ് നീ കൊടുത്തേക്കുന്നത്. ക്വൈറ്റ് QUITE വേണേ എമ്മിലെ. ഇത് ക്വിറ്റ് വേർബാ. ക്വിറ്റ് ചെയ്തു. I quit. ഞാൻ പിരിഞ്ഞു പോവാണെന്ന് പറയില്ല ആ സാധനം. Rehabilitation Committee ostensibly managed to invoke awareness in common men. Following this, the government managed to disband arguments in the issue. Great. The vice captain took over the captaincy after the captain got injured. Great. The excessive pride and wrath of King Lear paved the way for his tragedy. Yes, the wrath and running of the celebrities told many offers. He always sequestered everything from his partner, which leads to disband. Disband what? ഇത് കൊടുക്കണം. വിനു disband എന്തെന്ന് കൊടുക്കും കേട്ടോ. അലജ്ഡ്. അടുത്ത ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് ആണ് അലജ്ഡ്. അഡ്ജക്റ്റീവ് ആണേ അറിയാലോ. അലിഗേഷൻ എന്ന നൗണിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. അലജിയ വേർബ് ഉണ്ട്. അലിഗേഷൻ നൗൺ ആണ്. ക്ലെയിം എന്നൊക്കെ പറയില്ലേ അത്. സപ്പോസ്ഡ് പറയപ്പെടുന്നത്. സോ കോൾഡ് ക്ലെയിം ചെയ്യപ്പെടുന്നത്. ഒസ്റ്റൻസിബിൾ പുറമെ അങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത അട്രോസിറ്റി, ബ്രൂട്ടാലിറ്റി, ക്രൂവൽറ്റി, മോൺസ്ട്രോസിറ്റി, ഇനിക്വിറ്റി എന്നൊക്കെ നമുക്ക് പറയാം അട്രോസിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്തത് ക്രെഡിബിലിറ്റി. ക്രെഡ് എന്ന വാക്കിനർത്ഥം ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ആണ്. ഇപ്പോൾ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വേർദിനെസ്, റിലയബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, നമ്പാം, വിശ്വസ്യത. അതാണ് ക്രെഡിബിലിറ്റി. ക്രെഡിബിൾ ഇസ് എൻ അഡ്ജക്റ്റീവ്. ഓർത്തോണേ, ക്രെഡിബിൾ ഇസ് അഡ്ജക്റ്റീവ്. ക്രെഡിബിലിറ്റി നൗൺ. ഞാൻ പറഞ്ഞില്ലേ TY വാക്കുകൾ ഓർത്തോണം എന്ന്. യാ ക്ലിയർ ഐ ഗസ്. എല്ലാവരും ഓർത്ത് വെച്ചോളാം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. യാ നോക്കട്ടെ. You have a surprise now. This is the seizure property from your enemy which you desired. Great. All right. Planning committee will be disbanded only after the completion of the series of events. Great. അപ്പോൾ പിള്ളേരെ ദീസ് ആർ ദ വൊക്കാബ്. ഇന്ന് നമ്മൾ പഠിച്ച വൊക്കാബുലറി ഇതാണ്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. ലെറ്റ്സ് മൂവ് ടു അവർ ആർട്ടിക്കിൾ. താമസിപ്പിക്കണം, നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. അപ്പം എല്ലാവർക്കും മനസ്സിലാക്കി ഒരു തംസപ്പ് ഇട്ടേ. ആൻഡ് ഇഫ് യു ഡിൻ ലൈക്ക് ദ സെഷൻ, ലൈക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ആ ലൈക്കാണോ ഉദ്ദേശിച്ചത്, ലൈക്ക് ഇടുക. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ഇടുക കേട്ടോ. സം ടോക്സ് മേ ലീഡ് ടു അൺവാണ്ടഡ് റാത്ത്, സോ ജസ്റ്റ് യൂസ് ഇന്റലിജൻസ് ഓൺ ദെയർ ആൻഡ് ഓൺ ദെയർ വേണ്ട, ഇന്റലിജൻസ് ദെയർ, ഓൺ അവിടെ വേണ്ട കേട്ടോ. അനുബേ ആൻഡ് ഇഗ്നോർ ഇറ്റ്. Atrocities against women and children are prohibited. Indians had to suffer a lot of atrocities as part of colonization. Yes. Although his ideas are marvelous, yet his wrath and ardent makes ardent alla wrathum
ardent അല്ല, ardent behavior എന്ന് കൊടുക്കണം. Ardent is adjective. Makes everyone unhappy. Atrocity seconds women are increasing now. Pravi. Yes. അപ്പം കേരള ഹൈക്കോടതി ട്രാൻസ്ലേറ്റർ ബാച്ചും അതുപോലെ കേരള ഹൈക്കോടതിൻ്റെ ഷോഫ് പോസ്റ്റിലെ ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. യൂസ് മൈ കോഡ് Y314 ഡിസ്കൗണ്ട് എമൗണ്ട് Y1952 നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. 2 കോഴ്സിനും സെയിം എമൗണ്ട് ആണ് കേട്ടോ. Y314. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. ആൻഡ് ഹിയർ വി ആർ, ദീസ് ആർ അവർ ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ. Atrocities of Sharma's towards his colleagues were horrible. Oh man. It is important to be ostensible for the credibility. Great. Okay. അപ്പോൾ പിള്ളേരെ, let's move to the article. താമസിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ആർട്ടിക്കിളോട്ട് പോവാണ്. Yes. ഇതാണ് ആർട്ടിക്കിൾ ടൈറ്റിൽ, സ്റ്റേറ്റസ് ബിയോണ്ട് ഫെയ്ത്ത്. Okay, status beyond faith. Let's move. Okay. The panel on giving SC scheduled caste status to converts has its work cut out. Is 2 എന്ന് പറഞ്ഞാൽ 2 infinitive അല്ല കേട്ടോ. To converts, കൺവേർട്ടുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. The panel on giving SC status to converts has its work cut out. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, സോൾവ് ചെയ്യാനുണ്ട് എന്നുള്ള മട്ടിലാണ് പറയുന്നത്. അപ്പോൾ പാനൽ നമ്മുടെ ബോർഡ് ഡിസ്കസ് ചെയ്യുന്ന ബോർഡ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട, ഡിഫിക്കൽട്ട് തിങ് ടു ഡു. കാര്യം നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു റിസർവേഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഒരു ഇക്കണോമിക് എനി റിസർവേഷൻ ടോൾ അതിലോട്ട് സ്റ്റേറ്റസിനെ പറ്റി പറയുന്നു, പുതിയൊരു ഇത് പേരിട്ട് കൊടുക്കുന്നു, ടൈറ്റിൽ കൊടുത്ത് വരികയാണെങ്കിൽ അവിടെ എപ്പോഴും there is a lot more things to do. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. Let's have a look at that. The center has appointed a 3-member commission to examine the sensitive issue of extending scheduled caste SC status to all those who have historically suffered discrimination and untouchability regardless of the religion they now profess. It is a task fraught with difficulty for the panel headed by former Chief Justice of India K.G. Balakrishnan, as it will have to grapple with both social realities and ideological objections while addressing the core question. The government issue itself has described it as a seminal and historically complex. Okay. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് അപ്പോയിൻറ്റഡ് ഒരു 3-member കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ സെൻസിറ്റീവായ ഒരു ഇഷ്യൂവിനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കാര്യത്തെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കാം. ഒരു 3-member കമ്മീഷൻ എക്സാമിൻ ചെയ്യാൻ വേണ്ട. എന്താ, വളരെ സെൻസിറ്റീവ് ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ സ്റ്റേറ്റസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. SCയുടെ കാസ്റ്റിൻ്റെ സ്റ്റേറ്റസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. കാര്യം ഈ ഷെഡ്യൂൾ കാസ്റ്റ് ആൾക്കാർ ഹാസ് സഫേർഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് അൺടച്ചബിലിറ്റി. അതിപ്പോൾ ഏത് റിലിജൻ ആണെങ്കിലും ഷെഡ്യൂൾ കാസ്റ്റിൽ പെടുന്നവരെ എന്തിൽപ്പെട്ടു? അവർ ഡിസ്ക്രിമിനേഷനും അൺടച്ചബിലിറ്റി സഫർ ചെയ്തവരാണ് ഹിസ്റ്റോറിക്കലി. അപ്പം അങ്ങനെയുള്ളവരെ അവർക്കൊരു പുതിയ സ്റ്റേറ്റസ് കൊടുക്കണം, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നതിന് വേണ്ടിയിട്ട് 3-member കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. ശരിക്കും ഈ ടാസ്ക്, ഈ കമ്മീഷന് കിട്ടപ്പെട്ട ടാസ്ക് ഇസ് റിയലി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് ഫുൾ ഓഫ് ഡിഫിക്കൽറ്റി. മൊത്തം പ്രശ്നങ്ങളാണ്. ബിക്കോസ് ഇറ്റ്സ് ഫുൾ ഓഫ് ഡിഫിക്കൽറ്റി ആണ്. ആൻഡ് ഈ പാനൽ ഹെഡ് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഫോർമൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ K.G. ബാലകൃഷ്ണനാണ്. K.G. ബാലകൃഷ്ണനാണ് ഇവിടുത്തെ നമ്മുടെ ഈ പാനലിൻ്റെ ഒരു ഹെഡ്. എന്നിട്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ടാക്കിൾ ചെയ്യാൻ, ഇത് നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ റിയാലിറ്റീസും നോക്കണം. അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അല്ലേ, സോഷ്യൽ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്നും, അതുപോലെ ഐഡിയോളജിക്കൽ ഒബ്ജെക്ഷൻസ് ഉണ്ട്. പലരുടെയും ഐഡിയോളജി, പ്രത്യയശാസ്ത്രങ്ങൾ ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ പ്രൊപ്പഗാൻഡ, ഓരോരുത്തരും വിശ്വസിക്കുന്ന അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ ഡിഫറെൻ്റ് ആണ്. അതിനെയും വേണം ഇപ്പോൾ ഇങ്ങനെയുള്ള വലിയ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം ഒരു ഡിസിഷൻ മേക്കിങ്ങിലോട്ട് വരാനായിട്ട് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിന് പോലും ഇതിനെ വളരെ ഭയങ്കര ഒരു സെമിനൽ ആയിട്ടുള്ള, വളരെ ഫണ്ടമെൻ്റൽ ആണ്. എന്നാൽ അതേ സമയത്ത് ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ വൈസ് ആണെങ്കിലും സോഷ്യോളജിക്കൽ ആണെങ്കിലും ഇത് വല്ലാത്തൊരു ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറയുന്നത്. And let's see what is going to happen. This is not the first time that the issue has come up before the Supreme Court. The panel's appointment comes in the wake of the court asking the Centre to clarify its position on the issue, or has been examined by a commission headed by a former Chief Justice. In 1985, the Supreme Court agreed that historical discrimination may continue even after members of SCs convert to other religions, but did not decide in favor of such converts being given SC status, as it felt there was not enough
material outlining their condition after conversion. It is to be welcomed that the Balakrishnan Commission has been asked. നോക്കാം, അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു ഡിസിഷൻ, ഇങ്ങനത്തെ ഒരു കാര്യം കോർട്ടിന് മുൻപിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. സുപ്രീം കോർട്ട് ആദ്യമായിട്ടല്ല കേട്ടോ, ഇറ്റ് ഡസൻ കം അപ്പ് ബിഫോർ. ആദ്യമായിട്ടൊന്നും അറൈസ് ചെയ്യുന്നൊരു പരിപാടിയൊന്നുമല്ല, ആദ്യമായിട്ട് വരുന്നു അല്ലേ. ഇത് ആദ്യമായിട്ട് വന്ന് സുപ്രീം കോടതിന് മുമ്പിൽ വരുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് പരിപാടിയല്ല. ഈ പാനലിനെ അപ്പോയിന്റ് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ പാനലിനെ അപ്പോയിന്റ് ചെയ്ത് കോർട്ട് പറഞ്ഞു, സെൻറ്ററിനോട് പറഞ്ഞു പൊസിഷൻ എന്താ, ഈ ഇഷ്യൂവിൻ്റെ പൊസിഷൻ എന്തായി ഇഷ്യൂ എവിടം വരെ എത്തി എന്നുള്ളത് കോർട്ട് സെൻറ്ററിനോട് ചോദിച്ചപ്പോൾ സെൻറ്റർ ചെയ്തു. അതിൻ്റെ ഉത്തരമായിട്ടാണ് സെൻറ്ററിന് കൊടുത്തത്. അതിനുശേഷം ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് അതിനുശേഷം കോർട്ട് എന്ത് ചെയ്തു, കോർട്ടല്ല നമ്മുടെ സെൻറ്റർ എന്ത് ചെയ്തു, ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. അതാണ് ഈ കമ്മിറ്റി. ഇപ്പോൾ നമ്മൾ നമ്മുടെ KG ബാലകൃഷ്ണൻ്റെ കീഴിലുള്ള കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ചീഫ് ജസ്റ്റിസിന്റെ എക്സാമിൻ ചെയ്യുന്ന കമ്മിറ്റി 1985 ആയപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞു, 1985 സുപ്രീം കോർട്ട് അഗ്രി ചെയ്തു ഹിസ്റ്റോറിക്കൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. മെമ്പേഴ്സ് ഓഫ് നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ആൾക്കാർ മറ്റു റിലിജനിലോട്ട് കൺവേർട്ട് ചെയ്താലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഫേവർ ഓഫ് കൺവേർട്സ് ഒക്കെ നമ്മൾ ഫേവർ ചെയ്തില്ല. ഡിഡ് നോട്ട് റിസീവ് ഇൻ നോട്ട് ഡിസൈഡ് ഇൻ ഫേവർ ഓഫ് സച്ച് കൺവേർട്സ് ബീങ് SC സ്റ്റേറ്റസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺവേർട്ട് ചെയ്താലും ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ ഒരു മാറ്റം ഉണ്ടാവില്ല, അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പം നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റിന് സ്റ്റേറ്റസ് എന്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഔട്ട്ലൈനിങ് ഇല്ല, ഇവർക്ക് എന്ത് സ്ട്രക്ചർ കൊടുക്കണം, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വേർഷൻ ഇല്ല, ഇവർക്ക് എന്ത് സ്റ്റേറ്റസ് കൊടുക്കണം. കാര്യം ഇവരുടെ കൺവേർഷന് ശേഷം ഇവരെ എന്ത് കാറ്റഗറിയിൽ പെടുത്തണം, അല്ല ഇത് ഏത് ബോക്സിൽ ഇവരെ ഉൾപ്പെടുത്തണം എന്നുള്ളത് വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഉള്ളതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റസ് ഇവർ കൊടുക്കേണ്ട സ്റ്റേറ്റസ് എന്താണെന്നുള്ള ഒരു ഡിസിഷനിലോട്ട് സുപ്രീം കോർട്ട് വരുന്നത്. അപ്പോഴാണ് ഇറ്റ് ഇസ് ടു ബി വെൽക്കം ദാറ്റ്സ് നമ്മളൊരു കാര്യം വെൽക്കം ചെയ്യണം, നമ്മളൊരു കാര്യം എംബ്രേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ടേക്കിൻ ചെയ്യണം. ലൈക്ക് ഈ പറയുന്ന ബാലകൃഷ്ണൻ കമ്മീഷൻ ഹാസ് ബിൻ ആസ്ക്ഡ് സ്പെസിഫിക്കലി ടു എക്സാമിൻ ദ ചേഞ്ചസ് ദാറ്റ് ദ ദലിറ്റ്സ് ഗോ ത്രൂ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ല ഒരു കാര്യത്തുള്ളൂ എക്സ്പീരിയൻസ് ചെയ്യുക, അതിനാണ് ഗോ ത്രൂ. ഞാനത് എഴുതിയിട്ടില്ല, ബട്ട് യു നോ ഐ ഗാസ് ഇത് അണ്ടർഗോ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, അതാണ് ഗോ ത്രൂ അല്ലേ. അപ്പം ഈ പറയുന്ന ബാലകൃഷ്ണൻ കമ്മിറ്റിയോട് പറഞ്ഞത്, ഹെഡ് ചെയ്ത ബാലകൃഷ്ണൻ കമ്മിറ്റിയോട് പറഞ്ഞതാണ്, ഇപ്പോൾ ദളിറ്റ്സ് അണ്ടർഗോ ചെയ്യുന്ന കൺവേർഷന് ശേഷം ദളിറ്റ്സ് അണ്ടർഗോ ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്, അത് നിങ്ങൾ എക്സാമിൻ ചെയ്യുക. അതിനാണ് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത് കേട്ടോ. go through after conversion in terms of social statusന്റെ കാര്യത്തിൽ ആൻഡ് ഡിസ്ക്രിമിനേഷൻ they may face, എന്താണ് ഇനി ഫേസ് ചെയ്യപ്പെടുക സാധ്യതയുള്ളത്, along with the implications of according them SC status. അപ്പോൾ ഇവരുടെ SC സ്റ്റേറ്റസോടൊപ്പം അതിന് ശേഷമുള്ള ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നും അവർ ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഉള്ളതാണ് ഈ പറയുന്ന ഒന്ന് എക്സാമിൻ ചെയ്യുക. പോസിബിലിറ്റി ആൻഡ് ഇപ്പം നടക്കുന്ന കാര്യങ്ങളും കൺവേർഷന് ശേഷമുള്ള കാര്യങ്ങളും ഒന്ന് എക്സാമിൻ ചെയ്യുക. ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് എക്സാമിൻ ചെയ്യാനാണ് ആര് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കോർട്ട് നമ്മുടെ ബാലകൃഷ്ണൻ കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനാണ് ബാലകൃഷ്ണൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഇതുവരെ. The National Commission for Religious and Linguistic Minorities, headed by retired Chief Justice Ranganath Mishra, also examined this issue. In its 2007 report, the panel made a categorical recommendation in favor of giving SC status to Dalits belonging to all religions. It found the caste system to be an all-pervading social phenomenon in India, shared by almost all Indian communities. It stressed the constitutional need to, അപ്പോൾ നമ്മുടെ നാഷണൽ കമ്മീഷൻ ഓഫ് റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, നമ്മൾക്കൊരു നാഷണൽ കമ്മീഷനുണ്ട് ഫോർ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. അപ്പോൾ ലാംഗ്വേജ് പരമായിട്ടും അതുപോലെ മതപരമായിട്ടും മൈനോറിറ്റീസ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഒരു നാഷണൽ കമ്മീഷനുണ്ട്. ഇതിനെ ഹെഡ് ചെയ്യുന്നത് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയ രംഗനാഥ് മിശ്രയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാനലിലുള്ള ഒരു കമ്മീഷനും ഇതേ ഇഷ്യൂവിനെ എക്സാമിൻ ചെയ്തിരുന്നു. അങ്ങനെ 2007 റിപ്പോർട്ടിൽ ഈ പാനൽ എന്ത് ചെയ്തു, ഒരു കാറ്റഗറിക്കൽ റെക്കമെൻഡേഷൻ കൊടുത്തു. ഓരോ കാറ്റഗറി തിരിച്ച് റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് പറഞ്ഞു ഇവർക്ക് എന്ത് ചെയ്യണം, SC സ്റ്റേറ്റസ് കൊടുക്കണം, ദളിറ്റ്സിന് SC സ്റ്റേറ്റസ് കൊടുക്കണം എന്ന് പറയും. ഏത് റിലീജിയനിൽ പെട്ടാലും ദളിറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഷെഡ്യൂൾ കാസ്റ്റ് എന്നൊരു പരിധിയിൽ അവർക്ക് കൊടുക്കണം, അങ്ങനെ ഒരു സ്റ്റേറ്റസ് അവർക്ക് കൊടുക്കണം. അത് പിന്നെ റിലീജിയൻ ഒന്നുമില്ല, റിഗാർഡ്ലെസ് ഓഫ് റിലീജിയൻ അവർക്ക് കൊടുക്കണമെന്ന് 2007 റിപ്പോർട്ടിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് കാസ്റ്റ് സിസ്റ്റത്തിന് എന്താ പറയുക, ഇറ്റ് ഫൗണ്ട് ദ കാസ്റ്റ് സിസ്റ്റം ടു ബി, ഇവർ പറഞ്ഞു, ഈ പാനൽ പറഞ്ഞു, ഇറ്റ് എന്ന് പറഞ്ഞ പാനലാണ്, ഈ പാനൽ പറഞ്ഞത് എങ്ങനെയാണ്, ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്
ഓൾ പ്രിവെയിലിംഗ്, എല്ലായിടത്തും പ്രിവെയിൽ ചെയ്യുന്ന, എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഫിനോമിനൻ ആണ് ഇന്ത്യയിൽ. ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസും, അതിപ്പോൾ ഇന്ന റിലീജിയൻ എന്നില്ല, എല്ലാ കമ്മ്യൂണിറ്റീസും ഇത് ഷെയർ ചെയ്യുന്ന ഒരു ഫിനോമിനനാണ് എന്നാണ്. അപ്പോൾ ദളിറ്റ്സിനെ എന്താണ് ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജൻ, ദളിറ്റ്സിനെ നമ്മൾ SC കമ്മ്യൂണിറ്റീൻ്റെ കാറ്റഗറിയിൽ പെടുത്തണം, അവർക്ക് ആ സ്റ്റേറ്റസ് കൊടുക്കണം എന്നാണ് 2017 റിപ്പോർട്ട് പറഞ്ഞത്. ഇറ്റ് സ്ട്രെസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ നീഡ്, ഇവിടെ എംഫസിസ് ചെയ്ത് കൊടുത്തു, സ്ട്രെസ് ചെയ്ത് പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ നീഡ്, നമ്മുടെ ലീഗൽ നീഡാണ്, നമ്മുടെ ലീഗലായിട്ടൊരു ആവശ്യമുണ്ട് ടു എലിമിനേറ്റ് റിലീജിയൻ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ അണ്ടർലൈങ് പ്രസന്റ് പോളിസി ഓഫ് ലിമിറ്റിംഗ് ഷെഡ്യൂൾ കാസ്റ്റ് SC status to those professing Hinduism, Sikhism and Buddhism. While the tenets of religion may not allow discrimination, the ground reality was different, it said. The main counter-views are well known: discrimination and deprivation being the consequence of caste-based Hindu social order. SC status should not be extended to those who have converted to Christianity and Islam. And the benefits involved may be seen as an incentive to mass conversion. Another objective is that the share of the reservation pie available to Dalits among Hindus may. പറഞ്ഞു വരുമ്പോൾ ഇഷ്യൂസ് ഇച്ചിരി ഒരു എന്താ പറയുക ഒപ്പീനിയനേറ്റഡ് ആയി പോകാം, ബട്ട് റിമെമ്പർ നമ്മൾ വളരെ സ്റ്റേബിൾ ആയിട്ട് ഇതിനെ കാണണം കേട്ടോ. സോ റിമെമ്പർ. അപ്പോൾ റിലീജിയസ് ബേസ്ഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നീഡുണ്ട്, നമുക്കൊരു ലീഗലായിട്ടൊരു ആവശ്യമുണ്ട്. റിലീജിയസ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളയാം, അതിനെ ഇല്ലാണ്ടാക്കാം, അത് തുടച്ചു നീക്കാം, ഇറാഡിക്കേറ്റ് ചെയ്യാം. കാര്യം ഈ ഒരു പോളിസിയിൽ പ്രസന്റ് പോളിസിയിൽ ഉള്ള ഒരു കാര്യം വെച്ചാൽ നമ്മൾ SC സ്റ്റേറ്റസ് ലിമിറ്റ് ചെയ്യുകയാണ് ഹിന്ദുസിനും സിഖ്സിനും ബുദ്ധിസ്റ്റിനും. ഇവർ കുറച്ചുകൂടെ ആൾക്കാർ കൂടുതൽ മെജോറിറ്റിയാണ് റിലിജിയൻ വരുമ്പോൾ, ഇന്ത്യയിലെ റിലിജിയൻ വരുമ്പോൾ ഹിന്ദുസും സിഖ്സും ബുദ്ധിസ്റ്റും കൂടുതലുണ്ട്. അപ്പം ഇവർ മെജോറിറ്റി ആയതുകൊണ്ട് തന്നെ ഇവരിൽ ഉള്ളവർക്ക് ലിമിറ്റഡ് ആണ് SC സ്റ്റേറ്റസ് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. വൈൽ അതേസമയം ടെനറ്റ്സ് ഓഫ് റിലിജൻ മേ നോട്ട് അലൗ ഡിസ്ക്രിമിനേഷൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു റിലിജനിൽ വെച്ച് ഡിസ്ക്രിമിനേഷൻ പാടില്ല. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? ഡിഫറെൻ്റ് ആണെന്നാണ് ഈ പാനൽ 2007 പാനലിൽ നമ്മുടെ മിശ്ര പാനലിലുള്ള കമ്മിറ്റി പാനലുള്ളവർ പറഞ്ഞു, ആ പാനൽ പറഞ്ഞു. അപ്പം അതിൻ്റെ മെയിൻ കൗണ്ടർ വ്യൂ എന്താ വെച്ചാൽ അത് വളരെ വെൽ നോൺ ആണ്. കൗണ്ടർ വ്യൂ, ഇതിനെതിരെയുള്ള കൗണ്ടർ വ്യൂ എന്ന് പറയുന്നത് വളരെ നമുക്ക് വെൽ നോൺ ആയ കാര്യമാണ്. കാര്യം ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാലും ഡിപ്രിവേഷൻ എന്ന് പറഞ്ഞാലും, ഡിസ്ക്രിമിനേഷൻ നമ്മളെ മാറ്റി നിർത്തൽ, ആൻഡ് ഡിപ്രിവേഷൻ ഇല്ലായ്മ, ഇത് രണ്ടുമാണ് കോൺസിക്വൻസ് ഓഫ് ദ കാസ്റ്റ് ബേസ് ഹിന്ദു സോഷ്യൽ ഓർഡർ. കാസ്റ്റ് ബേസ് ഹിന്ദുസിന്റെ സോഷ്യൽ ഓർഡറിൽ ഇതാണ് കാര്യം. ഡിസ്ക്രിമിനേഷനും ഡിപ്രിവേഷനും അത് ഗ്രൗണ്ട് റിയാലിറ്റീസ് ആണ്. അപ്പോൾ സുപ്രീം കോർട്ട് എന്ത് ചെയ്യണം? സുപ്രീം കോർട്ട് അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റേറ്റസ് ഓർഡർ എന്താണ്? എക്സ്റ്റെൻഡ് ചെയ്യണം. ഇപ്പൊ ഈ പറഞ്ഞ ഹിന്ദുസിൽ നിന്ന് ക്രിസ്ത്യാനിലോട്ട് കൺവേർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഇസ്ലാമിലോട്ട് കൺവേർട്ട് ചെയ്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ, അവർക്കും കൂടെ എന്ത് കൊടുക്കണം? SC സ്റ്റേറ്റസ് കൊടുക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഹിന്ദുവിലുള്ള എന്താണ് ദളിത്, ഹിന്ദുവിലുള്ള സ്റ്റേറ്റസ് SC മാത്രമേ ഉള്ളൂ, അല്ലാത്തുള്ളതൊന്നും SC ഇല്ല എന്ന് പറയരുത്. നമ്മുടെ ഹിന്ദുസ് ആയിരുന്നു അവർ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറിയാൽ അവർ SC കാറ്റഗറിയിൽ തന്നെ അവരെ പെടുത്തണം, ഇസ്ലാമിൽ പോയവരെ പെടുത്തണം. അതാണ് കൗണ്ടർ റൂളത്തിൽ, അതങ്ങനെ ചെയ്യണം. അതാണ് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് വരാം. ആ സോഷ്യലോട്ട് നമ്മൾ ഇത് വെക്കണം. ആൻഡ് ദ ബെനിഫിറ്റ്സ് ഇൻവോൾവ്, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് മേ ബി സീൻ ആൻ ഇൻസെൻറ്റീവ് ടു മാസ് കൺവേർഷൻ, അതൊരു ഇൻസെൻറ്റീവ് ആയിട്ട് കരുതണം. അതാണ് കൗണ്ടർ വ്യൂ വരുന്നത്, ഇതാണ് ഈ കൗണ്ടർ വ്യൂസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അപ്പം അങ്ങനെ കൊടുത്താൽ എന്താണ് കൺവേർഷൻ കൂടുതലായിട്ട് സംഭവിക്കും, കൺവേർഷൻ നടക്കും എന്നുള്ള ഒരു വലിയൊരു പരക്ക ആക്ഷേപമുണ്ട് പേഴ്സേ. അതാണ് കാര്യം. വേറൊരു ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് ഈ റിസർവേഷൻ പായി, നമുക്കുള്ളൊരു റിസർവേഷൻ പായി, ഇത്ര ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ ഇത്രൻ്റെ കുറച്ച് ഭാഗം ഇസ് അവൈലബിൾ ടു ദളിറ്റ്സിനാണ്. എവിടെയുള്ളതാണ്? അമംഗ് ഹിന്ദുസ് മേ ഷ്രിങ്ക് ഇഫ് ന്യൂ സെക്ഷൻസ് ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ ഹിന്ദുസിലുള്ള പുതിയ ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്താൽ ഹിന്ദുസിലുള്ള ദളിറ്റ്സിൻ്റെ ഭാഗം കുറഞ്ഞു പോകുമല്ലോ. ആ പൈയുടെ ഭാഗം, ഇപ്പോൾ നമ്മളൊരു വലിയൊരു പൈ അത് മുറിക്കുകയാണ്, ഇത്രയും ഭാഗം മുറിച്ച് ഇവിടെ ബാക്കിയുള്ള ദളിറ്റ്സിന് കൊടുത്താൽ ഇത്രയും ഭാഗത്തിൽ നിന്ന് ഇത്രയും ഭാഗം കുറയുമല്ലോ, അല്ലെ, ഇത്രയും ഭാഗം കുറയുമല്ലോ എന്നാണ്. ഇതാണ് പൈച്ചാട്ട് പറയുമ്പോൾ പറയില്ലേ, കുറയുമല്ലോ എന്നൊരു കാര്യവും അവിടെ ഒരു കൗണ്ടർ ഒബ്ജക്ഷൻ ആയിട്ട് നിൽക്കുകയാണ്. കൗണ്ടർ വ്യൂ അല്ലെങ്കിൽ ഒബ്ജക്ഷൻ ആയിട്ട് നിൽക്കുകയാണ്. ദർ ഇസ് നോ ക്രീമി ലെയർ കോൺസെപ്റ്റ് ഫോർ SC റിസർവേഷൻ. SC റിസർവേഷൻ ഒരു ക്രീമി ലെയർ കോൺസെപ്റ്റ് ഒന്നുമില്ല നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റ് റിസർവേഷനിൽ. ആൻഡ് എക്സ്പാൻഡിങ് ഇറ്റ് സ്കോപ്പ് മേ ബി ടു ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് കറന്റ് ബെനിഫിഷ്യറീസ്. അപ്പോൾ ഇപ്പം ബെനിഫിറ്റ് കിട്ടുന്ന, ഇപ്പോൾ നമ്മൾ ബെനിഫിറ്റ് ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ, ആ ബെനിഫിഷ്യറീസിന് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദ കമ്മീഷൻ വിൽ ഹാവ് ടു കം അപ്പ് വിത്ത് എ ഡെഫിനറ്റീവ് സ്റ്റഡി ഓഫ് ദ കോംപ്ലക്സ് ഇഷ്യൂസ്. അപ്പോൾ സംഭവിച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? പുതിയൊരു ഐഡിയ ആയിട്ട് എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ ആയിട്ട് ഈ കോംപ്ലക്സ് സിറ്റുവേഷൻ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഐഡിയ പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു പുതിയ ഐഡിയ ഡിവൈസ് ചെയ്യാൻ നമ്മുടെ കമ്മിഷന് പറ്റണം.
അപ്പോൾ ഒരു നല്ലൊരു ബേസിക്കലായിട്ട് നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആയിട്ട് ഒരു പൈനിയറിംഗ് ആയിട്ടുള്ള ഐഡിയ ആയിട്ട് വരണം നമ്മുടെ ഇതെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് അനലിറ്റിക്കൽ ബട്ട് ഇറ്റ്സ് ലിറ്റിൽ മോർ അനലിറ്റിക്കലിനേക്കാളും കൂടുതൽ ഒപ്പീനിയറ്റഡ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഹൈലി ഒപ്പീനിയറ്റഡ് ആണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ഏറെക്കുറെ ഒന്ന് ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഒസ്റ്റൻസിബിൾ ഫോർ ദ ക്രെഡിബിലിറ്റി. മനസ്സിലാക്കി തംസ് അപ്പ് കേട്ടോ. യുവർ കൈൻഡ് ഓഫ് ജേർണലിസം ഇസ് നോട്ട് ജേർണലിസം, ഇറ്റ്സ് അട്രോസിറ്റി ആൻഡ് ഇറ്റ് ഇസ് മീഡിയാസ് കാനിബലിസം. Credibility of the witnesses is very important while the trial of the case is going on in the court. Atrocities against Dalit people increasing day by day. Are increasing. കൊടുക്കണേ ഷൈനി, ഇവിടെ verb is missing. People of Tamil Nadu always show their wrath against compulsorily imposing Hindi. Yes, അവർക്ക് ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Income tax authorities are unable to seizure the property of leaders. അവിടെ verb missing ആണ്. MLA are. Thorough research from credible sources required in this issue. Yes, while granting bail to accused related to atrocity against children, women, court is very cautious. Yes, അത് കൊള്ളാം. തിരുത്തി നീർ നന്നായി. Manifold resources of Russian empire is mooting day by day. Sources are taken from credible books. Yes, credibility of the partners is very important to lead a good marital life. Yes, can you suggest a method of preventing atrocities against women and children? Great. Moving on. അപ്പോൾ നമ്മുടെ KSന്റെ ബാച്ച് റണ്ണിങ് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. അതുപോലെ കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് റണ്ണിങ് ആണ്. ജസ്റ്റ് ഇൻഫോമിങ് യു ദിസ്. അപ്പോൾ ഒന്ന് ഓർക്കുക, കോഡ് Y314. ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ. ദ അവാർഡ്സ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ഇറ്റ് പേസ് ടു റീതിങ്ക് ദ ഫണ്ടമെന്റൽസ് ഓഫ് എ ഫീൽഡ് ആൻഡ് പ്രിസർവിംഗ് അറ്റ് ഇറ്റ് ഫോർ ലോങ് ഇനഫ് ടു സ്പാർക്ക് എ റെവല്യൂഷൻ. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതൊന്ന് നോക്കിയിട്ട് ആൻസർ പറഞ്ഞു. നിങ്ങൾ കുറച്ച് പേര് ആൻസർ തന്നിട്ടുണ്ട്, വളരെ കുറച്ച് പേര് ആൻസർ തന്നിട്ടുള്ളൂ. ഞാൻ എപ്പോഴും പറയും ദിസ് ഇസ് ഫോർ യു അല്ലേ, നമ്മൾ സ്പോട്ട് ദ ക്വസ്റ്റൻ ഇസ് ഫോർ യു, എനിക്ക് വേണ്ടിയുള്ളതല്ലോ. അപ്പോൾ ആൻസർ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ഗുണമില്ലല്ലോ. നിങ്ങൾ ആൻസർ തരുമ്പോഴാണ് എനിക്ക് ഗുണം. പറയാമോ? ആൻസർ പറയാമോ? Can you tell me the answer, people? The awards demonstrate that it pays to rethink the fundamentals of a field and preserving at it for long enough. പറയാമോ? നോക്കിയിട്ടേന്ന ആൻസർ. അവാർഡ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ദാറ്റ് ഇറ്റ് പേസ് ടു റീതിങ്ക് ദ ഫണ്ടമെന്റൽസ് ഓഫ് എ ഫീൽഡ് ആൻഡ് ഇവിടെ എന്താ ജെറണ്ട് ഫോർമുലേഷൻ വന്നേ? ശ്രദ്ധിച്ചോ? ഇറ്റ് പേ അല്ല, ഇറ്റ് സിംഗുലർ അല്ലേ പ്രവി? ഇറ്റ് സിംഗുലർ ആണ്. സിംഗുലറിന് സിംഗുലർ വേർബ്. ദാറ്റ്സ് റൈറ്റ്. അതിനൊരു തെറ്റുമില്ല. അവിടെ അല്ല പ്രശ്നം. അവാർഡ്സ് ഡെമോൺസ്ട്രേറ്റ്, അവാർഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ദാറ്റ് ഇറ്റ് പേസ്, അത് പേ ചെയ്തു ടു റീതിങ്ക് ചെയ്യാൻ. ആ റീതിങ്ക് ഇസ് എ V1 ഫോർമുലേഷൻ ആണ്. ഫണ്ടമെന്റൽസ് റീതിങ്ക് ചെയ്യാനും ഓഫ് എ ഫീൽഡ് ആൻഡ് പ്രിസർവിംഗ് അറ്റ് ഇറ്റ് ആണോ? അല്ല, പ്രിസർവ് ഇറ്റ് അറ്റ് അല്ലേ? പ്രിസർവ് അറ്റ് ഇറ്റ്. ഇവിടെ പ്രിസർവിംഗ് വരുമോ? ഇവിടെ ജെറണ്ട് വരുമോ? ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് പാരലസും കീപ്പ് ചെയ്യണം വെൻ വി യൂസ് ഈ പറഞ്ഞ കോർഡിനേറ്റ് കൺജങ്ഷൻ. അപ്പോൾ പ്രിസർവ് വേണ്ടേ? സോറി, പെർസിവിയർ വേണ്ടേ? ആൻഡ് പെർസിവിയർ അറ്റ് ഇറ്റ് ഫോർ റീതിങ്കിങ്ങും അല്ലല്ല. അതെന്തിനാ റീതിങ്ക് കൊടുത്താൽ തെറ്റൂല്ലേ അമല? റീതിങ്ക് മോളിൽ പോയി റീതിങ്ക് കൊടുത്താലേ 2+ റീതിങ്കിങ് ING വരത്തില്ല. 2 കൂടെ V1 വരത്തുള്ളൂ. ആണ് സെയിം സാധനം V1 ഇവിടെ കൊടുക്കാം. ആൻഡ് ആണ് ഇവിടുത്തെ നമ്മുടെ കൺജങ്ഷൻ. അപ്പം ആൻഡിന് ശേഷം മുൻപ് കൊടുത്ത ഏത് വേർബാണോ V1 കൊടുത്തേക്കുന്നത് V1 കൊടുക്കണം. ബിക്കോസ് വി നീഡ് പാരലസും ഹിയർ. നമുക്കിവിടെ പാരലസും വേണം. സെയിം സിമിലർ വേർഡ്സ് അല്ലേ? പാരലസും സിമിലർ വേർഡ്സ് ആണ്. അപ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് വേർഡ്സ് തന്നെ കൊടുക്കണം. ദാറ്റ് ഈസ് പാരലസം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പലതവണ. അപ്പോൾ തന്നെ ദ വേർഡ്സ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ഇറ്റ് പേസ് ടു റീതിങ്ക് ദ ഫണ്ടമെന്റൽസ് ഓഫ് ഫീൽഡ് ആൻഡ് പെർസിവിയർ അറ്റ് ഇറ്റ് ഫോർ ലോങ് ഇനഫ് ടു സ്പാർക്ക് എ റെവല്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്തോട്ട് പോക്കെ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The Nobel can strengthen the voices of peace and human rights globally. ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് സോ ക്ലിയർ ടു യു. നിങ്ങൾ ഇത് എന്ത് ചെയ്യാം? ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാൻ മറക്കണ്ട. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇസ് ദിസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് 2 ടെലിഗ്രാം ചാനലുണ്ട്. ബി കണക്റ്റഡ് വിത്ത് ദിസ് KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Adda247 കേരള സെൻട്രൽ എക്സാംസ്. നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും എക്സാമിൻ്റെ അനാലിസിസിനെ പറ്റിയുള്ളതും
അതുപോലെ നിങ്ങളുടെ എക്സാം നോട്ടിഫിക്കേഷൻസും ജോബ് അലേർട്ട്സും അതേപോലെ ക്വിസസും നോട്ട്സും ഇതിലൂടെ തരുന്നതായിരിക്കും 2 ടെലിഗ്രാം ചാനലിലൂടെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്, വേഗം ജോയിൻ ചെയ്യുക, ചടപടയെന്ന് ജോയിൻ ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്യാം മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. കോമന്റ് സെക്ഷനിൽ ആൻസർ തരിക, സജഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. ഐ വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു. താങ്ക് യു സോ മച്ച്. ചാനൽ മറക്കണ്ട. ആൻഡ് വിൽ ബി ഹിയർ എവറി ഡേ 8:30 to 9:30 and 9:50 ഒക്കെ വരെ പോകും നമ്മൾ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ എഡിറ്റോറിയൽ സെഷൻ എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേ ഉണ്ട്, മറക്കാതെ കാണാൻ, റിക്കറൻ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കണ്ട കേട്ടോ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ വണ്ടർഫുൾ ഡേ.